Honeycomb textbook in English for class 7. Lesson 5 Quality. Lesson 5 Quality. It is a story about a bootmaker named Mr. Ggәлswертði. This story was written by John Galsworthy. He is a novelist and a playwright. He won Nobel Prize in 1932. അദ്ദേഹം അതിൻ്റെ ഒരു സ്റ്റോറി സിംപ്ലിഫൈ ചെയ്ത് കിട്ടിയിരിക്കുന്ന ഒരു സ്റ്റോറിയാണ് നമ്മൾ ക്വാളിറ്റി എന്ന പേരിൽ ഇപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത്. ലെസൺ 5 ആണ്. ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ക്യാൻ എ ഷൂ മേക്കർ ബി കോൾഡ് ആൻ ആർട്ടിസ്റ്റ്? ഇവിടെ ചോദിക്കുകയാണ്, ക്യാൻ എ ഷൂ മേക്കർ ബി കോൾഡ് ആൻ ആർട്ടിസ്റ്റ്? യെസ്, if he has the same skill and pride in his trade as any other artist. ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, കലാകാരന്മാരല്ലേ. കലാകാരന്മാരുടെ അതുപോലെയുള്ള മികച്ച കഴിവ് ഒരു ഷൂ മേക്കറിന്, ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിലുള്ള കഴിവുണ്ടോ എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ക്യാൻ എ ഷൂ മേക്കർ ബി കോൾഡ് ആൻ ആർട്ടിസ്റ്റ്? യെസ്, ഇഫ് ഹി ഹാസ് ദ സെയിം സ്കിൽ ആൻഡ് പ്രൈഡ്. പ്രൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനവൻ്റെ ജോലിയിൽ അഭിമാനം തോന്നുന്ന എന്നുള്ള അവസ്ഥയാണ്. ഇൻ ഹിസ് ട്രേഡ് ആസ് any other artist and the same respect for it too. Mr. Ggәlswертði, a German shoemaker settled in London, is a perfect artist. ഇവിടെ മിസ്റ്റർ ggәlswертði എന്ന് പറയുന്ന ഒരു ജർമ്മൻ ഷൂ മേക്കറിനെ കുറിച്ചുള്ളൊരു സ്റ്റോറിയാണ്. ക്വാളിറ്റി എന്നുള്ളൊരു സ്റ്റോറിയിലുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പം ഒരു പെർഫെക്റ്റ് ആർട്ടിസ്റ്റായിട്ടുള്ള മിസ്റ്റർ ggәlswертði അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എത്രമാത്രം അദ്ദേഹം ആർട്ടിസ്റ്റ് ആയിരിക്കുന്നതുകൊണ്ട് വളരെ ഹൃദയപൂർവ്വം അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ബൂട്ട്സുകൾ ഒരുപാട് പേർക്ക് ഇഷ്ടമായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതം അതുകൊണ്ട് എന്തെങ്കിലും മെച്ചപ്പെട്ടോ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ പരാജയമായിരുന്നോ വിജയമായിരുന്നോ, ഇതൊക്കെയാണ് നമ്മൾ ഈ സ്റ്റോറിയിൽ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ലെസൺ 5 ക്വാളിറ്റി റിട്ടൺ ബൈ ജോൺ ഗാൾസ്വർത്തി. ലുക്ക് അറ്റ് ദ ഫസ്റ്റ് പാരഗ്രാഫ് ഓഫ് ദ ലെസൺ. I knew him from the days of my extreme youth because he made my father's boots. He lived with his elder brother in his shop, which was in a small by-street in a fashionable part of London. How did the author came to know about Mr. ggәlswертði? എങ്ങനെയായിരിക്കും അദ്ദേഹം ഈ ഓഥർ ഈ മിസ്റ്റർ ggәlswертദിനെ അറിയാനായിട്ട് തുടങ്ങിയത്, അല്ലെങ്കിൽ അറിഞ്ഞു തുടങ്ങിയത്? അതായത് മിസ്റ്റർ ggәlswертദിനെ അറിയാനായിട്ട് തുടങ്ങിയത് അദ്ദേഹമായിരുന്നു ഈ ഓഥറിൻ്റെ ഫാദറിന് ബൂട്ട്സുകൾ ഉണ്ടാക്കി കൊടുത്തിരുന്നത്. ബിക്കോസ് ഹി മെയ്ഡ് മൈ ഫാദേഴ്സ് ബൂട്ട്സ്. ആൻഡ് വേർ ഡിഡ് ഹി ലീവ്? ഹി ലീവ്ഡ് വിത്ത് ഹിസ് എൽഡർ ബ്രദർ ഇൻ ഹിസ് ഷോപ്പ് വിച്ച് വാസ് ഇൻ എ സ്മോൾ ബൈ സ്ട്രീറ്റ് ഇൻ എ ഫാഷനബിൾ പാർട്ട് ഓഫ് ലണ്ടൻ. ലണ്ടനിലെ ഒരു ഫാഷനബിൾ പാർട്ടായിട്ടുള്ള ഒരു സ്ട്രീറ്റിനടുത്തായിട്ടായിരുന്നു മിസ്റ്റർ ggәlswертଦି തൻ്റെ സഹോദരനുമായിട്ട് താമസിച്ചത്. അപ്പോൾ ഓഥറിന് ഇദ്ദേഹത്തെ പരിചയം എങ്ങനെയാണ്? തൻ്റെ അച്ഛന് ബൂട്ട് ഉണ്ടാക്കി കൊടുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു മിസ്റ്റർ ggәlswертଦି. ഐ ന്യൂ ഹിം ഫ്രം ദ ഡേയ്സ് ഓഫ് മൈ എക്സ്ട്രീം യൂത്ത് ബിക്കോസ് ഹി മെയ്ഡ് മൈ ഫാദേഴ്സ് ബൂട്ട്സ്. He lived with his elder brother in his shop, which was in a small by street in a fashionable part of London. So we pass on to second paragraph. The shop had a certain quiet distinction. There was no sign upon it other than the name of Ggәlswертði Brothers, and in the window a few pairs of boots. The shop had a certain quiet distinction. Distinction means എന്ന് വെച്ചാൽ മറ്റൊരു ഷോപ്പുകളിൽ നിന്ന് ഇതിനെ വേറിട്ട് നിർത്തുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ggәlswертദിൻ്റെയൊക്കെ ഷോപ്പിന്. അത് എന്താണെന്നാണ് സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത്. അപ്പം ആ ggәlswертദിൻ്റെ ഷോപ്പിനുണ്ടായിരുന്ന ഫീച്ചേഴ്സ്, അതിൻ്റെ പ്രത്യേകതകൾ, മറ്റു ഷോപ്പുകളിൽ നിന്ന് അതിനെ വേർതിരിച്ച് നിർത്തിയ ഗുണങ്ങൾ എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു എന്നാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. ദ ഷോപ്പ് ഹാഡ് എ സർട്ടൻ ക്വൈറ്റ് ഡിസ്റ്റിങ്ഷൻ. ദർ വാസ് നോ സൈൻ അപ്പോൺ ഇറ്റ് അതർ ദാൻ ദ നെയിം ggәlswертði ബ്രദേഴ്സ് ആൻഡ് ഇൻ ദ വിൻഡോ എ ഫ്യൂ പെയർസ് ഓഫ് ബൂട്ട്സ്. അദ്ദേഹത്തിൻ്റെ ഷോപ്പിൻ്റെ ഫ്രണ്ടിലുള്ള ഹോർഡിങ്ങിൽ എഴുതിയിരിക്കുന്ന ggәlswертði ബ്രദേഴ്സ് എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ സാധാരണ ഫുട്വെയർ ഷോപ്പ്, ടെക്സ്റ്റൈൽ ഷോപ്സ്, ജുവല്ലറീസ്, ഇതെല്ലാം നമ്മൾ കാണാറുണ്ടല്ലേ. ഇതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ ഈ ഷോപ്പിൻ്റെ പേര് എഴുതിയതിനൊപ്പം തന്നെ അവിടെ എന്തൊക്കെ സാധനങ്ങളാണ് കസ്റ്റമേഴ്സിന് വിൽക്കപ്പെടുന്നത്, ആ സാധനങ്ങളുടെ ഫോട്ടോസ് ഡിസ്പ്ലേ ഉണ്ടാവും, ആ സാധനങ്ങൾ തന്നെ ഡിസ്പ്ലേ ഉണ്ടാവും. എന്നാൽ ggәlswертði ബ്രദറിൻ്റെ ഷോപ്പിൽ ജസ്റ്റ് എ ഹോർഡിങ്, ggәlswертði ബ്രദേഴ്സ് എന്നുള്ളൊരു ഹോർഡിങ് മാത്രമേ ഉള്ളൂ. വിൻഡോസിൽ കുറച്ച് പെയർ ഓഫ് ഷൂസ് അവിടെ ഉള്ളത് കാണാം. അല്ലാതെ വേറെ ഒരു അഡ്വർടൈസ്മെൻറ്റോ ഒരു പരസ്യ ബോർഡുകളോ ഒന്നും തന്നെ അവിടെ ഏതെല്ലാം തരത്തിലുള്ള ചെരുപ്പുകളുണ്ടെന്നോ ഷൂസുകളുണ്ടെന്നോ ബൂട്ടുകളുണ്ടെന്നോ ഒന്നും തന്നെ ഒരു പരസ്യവും അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല.
The shop had a certain quiet distinction. There was no sign upon it other than the name of Ggɔːlzwɜːrði brothers, and in the window a few pairs of boots. He made only what was ordered, and what he made never failed to fit. അതാണ് ഏറ്റവും വലിയ ഒരു ഡിസ്റ്റിങ്ഷൻ. അതായത് നമ്മൾ വേറെ ഏതൊരു ഷോപ്പിൽ ചെല്ലുമ്പോഴും നമ്മളെ ഏജ് പറയുന്നു, നമ്മുടെ കാലിൻ്റെ ലെങ്ത് പറയുന്നു, അതിനനുസരിച്ചുള്ള പല തരത്തിലുള്ള പല കമ്പനികളുടെ ചപ്പലുകൾ, ഷൂസുകൾ, ബൂട്ടുകൾ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. ചിലപ്പോൾ അത് ഫിറ്റായിരിക്കും, ചിലപ്പോൾ ഫിറ്റായെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രോബ്ലംസ് അവിടെ നമുക്ക് ഉണ്ടാവാൻ ഇടയുണ്ട്. എന്നാൽ ജസ്ലർ ബൂട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് തനിക്ക് കിട്ടിയ ഓർഡറിനനുസരിച്ച് മാത്രമേ ജസ്ലർ ബൂട്ട് ഉണ്ടാക്കിയിരുന്നുള്ളൂ. മാത്രമല്ല ജസ്ലർ ഉണ്ടാക്കിയ ബൂട്ട് ഒരിക്കൽ പോലും ഫെയിലായില്ല, അതിനൊരു ചെറിയൊരു ഡീമെറിറ്റ് പോലും ഉണ്ടായിരുന്നില്ല. ഹീ മെയ്ഡ് ഓൺലി വാട്ട് വാസ് ഓർഡേർഡ്, ആൻഡ് വാട്ട് ഹീ മെയ്ഡ് നെവർ ഫെയിൽഡ് ടു ഫിറ്റ്. To make boots, such boots as he made seemed to me then and still seems to me mysterious and wonderful. ഈ ഓദറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ യൂത്ത് സമയത്ത് തൻ്റെ അച്ഛന് ബൂട്ടുണ്ടാക്കിയിരിക്കുന്ന ആ കാലഘട്ടത്തിലും ഈ ജസ്ലർ ഉണ്ടാക്കുന്ന ബൂട്ടുകൾ കാണുമ്പോൾ അദ്ദേഹത്തിന് തോന്നിയിരിക്കുന്ന വണ്ടർഫുൾ, മിസ്റ്റീരിയസ് എന്നാണ് പറയുന്നത്. അതായത് ഇതിൻ്റെ ഇത്രയും മനോഹരമായ ബൂട്ടുകൾ, ഇത്ര ക്വാളിറ്റിയുള്ള ബൂട്ടുകൾ ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിലുള്ള മിസ്റ്ററി എന്താണെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല. അതേ ഒരു ആകാംക്ഷയും അതേ ഒരു അപ്രീസിയേഷനുമാണ് ഇന്നും ഈ ഓദറിന് മിസ്റ്റർ ജസലിൻ്റെ ബൂട്ടിനെ കുറിച്ചുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് മിസ്റ്റീരിയസ് ആൻഡ് വണ്ടർഫുൾ. Look at the next paragraph. I remember well my shy remarks one day while stretching out to him my youthful foot. Isn't it awfully hard to do, Mr. Ggɔːlzwɜːrði? And his answer, given with a sudden smile from out of the redness of his beard, it is an art. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വളരെ ചെറുപ്പത്തിൽ കാലുകൾ സ്ട്രെച്ച് ചെയ്ത്, അത് നമുക്കറിയാമല്ലോ, നമ്മുടെ കാലിൻ്റെ ഒരു മാർക്കിംഗ് അവിടെ ഉണ്ടാവും, അളവ് എത്രത്തോളം, അതിനനുസരിച്ചുള്ള ബൂട്ടാണ് അവർ പ്രിപ്പയർ ചെയ്യുക. അതുകൊണ്ട് തന്നെ അങ്ങനെ കാലിൻ്റെ അളവെടുക്കാനായിട്ട് കാല് സ്ട്രെച്ച് ചെയ്ത് കൊടുത്ത സമയത്ത് നമ്മുടെ ഓദർ അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഈസ് ഇറ്റ് ഓഫുള്ളി ഹാർഡ് ടു ഡു മിസ്റ്റർ ഗ്ഗൊഎൽസവെർ? തനിക്കൊരു ബൂട്ടുണ്ടാക്കി തരുന്നത് വളരെ ബുദ്ധിമുട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന സെൻറ്റൻസാണ് ഇറ്റ് ഈസ് ആൻ ആർട്ട്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാം, നമുക്ക് ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ആൻ ആർട്ട് എന്നാണ്. പക്ഷേ ജർമ്മൻ ആക്സെൻറ്റിലാണ് അദ്ദേഹം പറയുന്നത് ഇത് ഈസ് ആൻ ആർട്ട് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അത് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ്? ഇറ്റ് ഈസ് ആൻ ആർട്ട്. ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് പാരഗ്രാഫ്. It was not possible to go to him very often. His boots lasted terribly long. അദ്ദേഹത്തിൻ്റെ ബൂട്ട്സ് വളരെയേറെ കാലം നിലനിന്നു. അതാണ് പറയുന്നത്. ഇറ്റ് വാസ് നോട്ട് പോസിബിൾ ടു ഗോ ടു ഹിം വെരി ഓഫൺ. ഹിസ് ബൂട്ട്സ് ലാസ്റ്റഡ് ടെറിബിളി having something beyond temporary, some essence of boots stitched into them. അദ്ദേഹത്തിൻ്റെ ബൂട്ടുകൾ വളരെയേറെ കാലം, അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ്സ് ഹിസ് ബൂട്ട്സ് ലാസ്റ്റ് ടെറിബിളി ഹാവിങ് സംതിങ് ബിയോണ്ട് ദ ടെമ്പററി കാലഘട്ടത്തിലേക്ക് മാത്രമായിട്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ബൂട്ടുകൾ ഉണ്ടാക്കിയത്. സം എസൻസ് ഓഫ് ബൂട്ട് സ്റ്റിച്ച്ഡ് ഇൻ ടു ദം. ഈ ബൂട്ടുകൾക്ക് ആവശ്യമായ എന്തോ ഒരു എസൻസ്, അതിന് ഫ്ലേവർ കൊടുക്കുന്ന, അതിൻ്റെ ക്വാളിറ്റി കൊടുക്കുന്ന എന്തോ ഒരു എസൻസ് ഈ ബൂട്ടിൽ അദ്ദേഹം തുന്നിച്ചേർത്തിരുന്നു എന്നാണ് ഓദർ നമ്മളോട് പറയുന്നത്. സീ ദ നെക്സ്റ്റ് പാരഗ്രാഫ്. One went in not as into most shops, but restfully as one enters a church, and sitting on the single wooden chair waited. നമ്മൾ മറ്റ് ഷോപ്സിലേക്ക് ചെല്ലുമ്പോൾ നമുക്കൊരു ആകാംക്ഷയുണ്ടല്ലേ, നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ അവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുമോ, കസ്റ്റമർ ആഗ്രഹിക്കുന്ന എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടാവുമോ എന്നുള്ളൊരു ഹറിബറിയിലായിരിക്കും നമ്മൾ പലപ്പോഴും ഓരോ ഷോപ്പിലേക്കും കടന്നു ചെല്ലുന്നത്. എന്നാൽ ഗ്ഗൊഎൽസവെറിൻ്റെ ഷോപ്പിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഇത് അങ്ങനെയല്ല. നമ്മളൊരു റിലീജിയസ് സെൻറ്ററിലേക്ക്, ഒരു ചർച്ചിലേക്ക് ചെന്നിട്ട് നമ്മളവിടെയുള്ള ഒരു വുഡൻ ചെയറിൽ റെസ്റ്റ്ഫുള്ളി ഇരിക്കുന്നു, വെയിറ്റ് ചെയ്തിരിക്കുന്നു അല്ലേ. നമ്മുടെ ഒരു പ്രെയർ നടത്താനോ ഒക്കെ ആയിട്ട് നമ്മൾ വളരെ മനസ്സമാധാനത്തോടെ ഒരു ചർച്ചിലേക്ക് എങ്ങനെ ചെന്ന് ഇരിക്കുന്നു, അതേ ഒരു ആശ്വാസത്തോടു കൂടിയും കാംനെസ്സോടു കൂടിയാണ് മിസ്റ്റർ ഗ്ഗൊഎൽസവെറിൻ്റെ ഷോപ്പിലേക്ക് ഓരോ വ്യക്തിയും കടന്നു ചെല്ലുന്നത്. വൺ വെൻറ്റ് ഇൻ not as into most shops, but restfully as one enters a church, and sitting on the single wooden chair waited. A guttural sound and the tip-tap of his slippers beating the narrow wooden stairs, and he would stand before one without coat, a little bent, in leather apron, with sleeves turned back, blinking as if awakened from some dream of boots. ഇവിടെ ആ ഇരിക്കുന്ന വ്യക്തിയുടെ അടുത്തേക്ക്
മിസ്റ്റർ ജസ്ലർ വരുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ നടന്നു വരുന്ന ആ സ്ലിപ്പേഴ്സിൻ്റെ ടിപ്പ് ടാപ്പ് സൗണ്ട് നമുക്ക് ആ വുഡൻ ഫ്ലോറിൽ നിന്ന് കേൾക്കാനായിട്ട് സാധിക്കുന്നു. അദ്ദേഹം കടന്നു വരുമ്പോൾ അദ്ദേഹം കോട്ട് ധരിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഒരു ഏപ്രൺ, വർക്ക് ചെയ്യുമ്പം ധരിക്കുന്ന ആ ഏപ്രൺ അദ്ദേഹം ധരിച്ചിട്ടുണ്ട്. മാത്രമല്ല വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഷർട്ടിൻ്റെ സ്ലീവ്സൊക്കെ സാധാരണ പുരുഷന്മാർ പൊക്കി വെക്കാറുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ലീവ്സ് പൊക്കി വെച്ചിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ആസ് ഈഫ് എവേക്കൻഡ് ഫ്രം സം ഡ്രീം ഓഫ് ബൂട്ട്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡ്രീമിൻ്റെ സ്വപ്നമല്ല ഇവിടെ യഥാർത്ഥത്തിൽ. അദ്ദേഹം ഒരു ഡ്രീമിൻ്റെ പണിപ്പുരയിൽ നിന്ന് ഉണർന്നു വന്നതുപോലെ ഇരുന്നു ഈ ഓതൻ അദ്ദേഹത്തെ കാണുമ്പോൾ തോന്നിയത്. And I would say, how do you do, Mr. Jessler? Could you make me a pair of Russian leather boots? അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട് അല്ലേ, ആതിഥ്യമര്യാദ അതോട് അദ്ദേഹം നിൽക്കുമ്പോൾ അദ്ദേഹത്തോട് ഈ വന്ന ഓതർ ചോദിക്കുന്നുണ്ട്, ഹൗ ഡു യു ഡു മിസ്റ്റർ ജസ്ലർ, കുഡ് യു മേക്ക് മീ എ പെയർ ഓഫ് റഷ്യൻ ലെതർ ബൂട്ട്സ്? ഒരു റഷ്യൻ ലെതർ ബൂട്ട്സിൽ എനിക്ക് ബൂട്ടുണ്ടാക്കി തരാനായിട്ട് സാധിക്കുമോ എന്ന് ഒരു ചോദ്യം ചോദിക്കുമ്പോഴേ അതിനൊരു മറുപടി പോലും പറയാതാണ് മിസ്റ്റർ ജസ്ലർ കടന്നു പോകുന്നതായിട്ട് നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫിൽ കാണാനായിട്ട് സാധിക്കുന്നത്. വിത്തൗട്ട് എ വേർഡ് ഹീ വുഡ് ലീവ് മീ റിട്ടേണിംഗ് വെൻസ് ഹീ കെയിം ഓർ ഇൻ ടു ദ അതർ പോർഷൻ ഓഫ് ദ ഷോപ്പ് ആൻഡ് ഐ വുഡ് കണ്ടിന്യൂ ടു റെസ്റ്റ് ഇൻ ദ വുഡൻ ചെയർ ഇൻഹെയിലിംഗ് ദ ഇൻസെൻസ് ഓഫ് ഹിസ് ട്രേഡ്. അപ്പോൾ ഇവിടെ വിത്തൗട്ട് എ വേർഡ് റഷ്യൻ ലെതറിൽ എനിക്കൊരു ബൂട്ട് ഉണ്ടാക്കി തരാമോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു മറുപടി പോലും പറയാതെ ഷോപ്പിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് കടന്നു പോവുകയാണ്. എന്നിട്ട് ഈ ഓതർ അവിടെ റെസ്റ്റ്ഫുള്ളി ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ റെസ്റ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഹീ ഇൻഹെയിലിംഗ് ദ ഇൻസെൻസ് ഓഫ് ഹിസ് ട്രേഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കി, വിത്തൗട്ട് എ വേർഡ് ഹീ വുഡ് ലീവ് മീ റിട്ടേണിംഗ് വെൻസ് ഹീ കെയിം ഓർ ഇൻ ടു ദ അതർ പോർഷൻ ഓഫ് ദ ഷോപ്പ് ആൻഡ് I would continue to rest in the wooden chair inhaling the incense of his trade. അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ജസ്ലറിൻ്റെ ബൂട്ട് ട്രേഡിൻ്റെ ഒരു ഇൻസെൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചർച്ചിലോ ടെമ്പിളിലോ ഒക്കെ പോകുമ്പം അവിടെ ഈ ചന്ദനത്തിരികൾ, മണമുള്ള ചന്ദനത്തിരികൾ, കുന്തിരിക്കം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കത്തിക്കാറുണ്ട് അല്ലെങ്കിൽ പുകയ്ക്കാറുണ്ട്. അതിൻ്റെ ഒരു സ്മെല്ല് ആ അന്തരീക്ഷത്തിൽ മുഴുവനും പടർന്നിരിക്കും. എല്ലാവർക്കും ഒരു നല്ല ഒരു പ്ലസൻറ്റ് സ്മെല്ലായിരിക്കും അത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഇവിടെ പറയുന്നുണ്ട് ഇൻസെൻസ് ഓഫ് ഹിസ് ട്രേഡ്. ഇൻസെൻസ് എ സ്മെൽ ഓഫ് ദ ലെതർ ഈസ് കമ്പയർഡ് ടു ദ സ്മെൽ ഓഫ് ദ ഇൻസെൻസ് ഇൻ എ ചർച്ച്. അപ്പോൾ ഈ സാധാരണ നമുക്കറിയാമല്ലോ ലെതറിൻ്റെ സ്മെൽ അത്ര സ്യൂട്ടബിളോ അല്ലെങ്കിൽ പ്ലീസിങ്ങോ ഒന്നുമല്ല സാധാരണ ലെതറിൻ്റെ സ്മെല്ല്. പക്ഷേ ഈ ഒരു ജസ്ലറിൻ്റെ ഷോപ്പിലേക്ക് കടന്നു വരുമ്പോൾ ആ ലെതറിൻ്റെ സ്മെല്ല് പോലും നമുക്കൊരു ചർച്ചിൽ നിന്ന് വരുന്ന ഒരു ചന്ദനത്തിരിയുടെയോ അല്ലെങ്കിൽ ഒരു സുഗന്ധത്തിൻ്റെ ഒരു ഫീലാണ് ലഭിക്കുന്നത് എന്നാണ് ഇവിടെ ഓതർ പറയുന്നത്. അപ്പോൾ ഇവിടെ ഇൻസെൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞത്, ഇൻസെൻസ് ഈസ് ദ സ്മെൽ ഓഫ് ദ ലെതർ കമ്പയർഡ് ടു ദ സ്മെൽ ഓഫ് ദ ഇൻസെൻസ് ഇൻ ദ ചർച്ച്. സൂൺ ഹീ വുഡ് കം ബാക്ക് holding in his hand a piece of gold brown leather with eyes fixed on it. He would remark, what a beautiful piece, and I too had admired it. He would speak again, when do you want them? അദ്ദേഹം ഈ ലെതർ കൊണ്ടുവന്ന് ഈ മനുഷ്യനെ കാണിച്ചിട്ട്, ഈ ഓതറിനെ കാണിച്ചിട്ട് പറയണം, വാട്ട് എ ബ്യൂട്ടിഫുൾ പീസ്, ഇതെത്ര മനോഹരമായ ഒരു പീസ് ഓഫ് ലെതർ ആണെന്ന് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം തന്നെ ചോദിക്കുന്നുണ്ട്, വെൻ ഡു യു വാണ്ട് ദം? ആൻഡ് ഐ വുഡ് ആൻസർ, ഓ ആസ് സൂൺ ആസ് യു കൺവീനിയൻ്റ്ലി ക്യാൻ. കൺവീനിയൻ്റ്ലി നിനക്ക് സൗകര്യാർത്ഥം പോലെ, നിൻ്റെ സൗകര്യം പോലെ നീ ചെയ്യൂ എന്നുള്ള അർത്ഥമാണ്. അത് എനിക്ക് ഡെലിവർ ചെയ്യേണ്ടത് എപ്പോഴാണ്? നിൻ്റെ സൗകര്യം പോലെ എനിക്ക് ഡെലിവർ ചെയ്യും. അപ്പോൾ തന്നെ വരുന്നുണ്ട്, ആൻഡ് ഹീ വുഡ് സേ ടുമോറോ ഓർ ഫോർട്ട്നൈറ്റ്. ടുമോറോ എന്ന് വെച്ചാൽ നാളെയോ അല്ലെങ്കിൽ 2 weeks, ആഫ്റ്റർ 2 weeks എന്നുള്ള അർത്ഥമാണ്. ഓർ ഇഫ് ഹീ വർ ഹിസ് എൽഡർ ബ്രദർ ഐ വിൽ ആസ്ക് മൈ ബ്രദർ. ഇനിയും അദ്ദേഹത്തിൻ്റെ ബ്രദറിൻ്റെ അടുത്തായിരുന്നു ഞാൻ ഈ പെയർ ഓഫ് ഷൂസ് എനിക്ക് അല്ലെങ്കിൽ ബൂട്ട്സ് എനിക്ക് ഉണ്ടാക്കണം എനിക്ക് എന്ന് തരും എന്ന് ചോദിച്ചെങ്കിൽ നിശ്ചയമായും ജസ്ലറിൻ്റെ എൽഡർ ബ്രദർ എന്തു പറയുമായിരുന്നു? ഐ വിൽ ആസ്ക് മൈ ബ്രദർ, ഞാൻ എൻ്റെ സഹോദരനോട് ചോദിച്ചിട്ട് പറയാം എന്നുള്ളത്. ഇവിടെ ജസ്ലർ തന്നെത്താനാണ് ബൂട്ട് മേക്കിംഗ്. അതുകൊണ്ട് തന്നെ ജസ്ലറിന് നമ്മൾ ഓദറിനോട് റിപ്ലൈ പറയാനായിട്ട് സാധിക്കുന്നു ടുമോറോ ഓർ ഫോർട്ട്നൈറ്റ്, ഒന്നുകിൽ നാളെ അല്ലെങ്കിൽ 2 weeks ആഫ്റ്റർ. ഇവിടെ അദ്ദേഹത്തിൻ്റെ സഹോദരനോടായിരുന്നു ഇതേ റിക്വസ്റ്റ് ഈ ഓദർ ചോദിച്ചത്. നിശ്ചയമായും അദ്ദേഹം എന്ത് പറയുമായിരുന്നു മറുപടി? ഞാൻ എൻ്റെ സഹോദരനോട് ചോദിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞിരിക്കും. നെക്സ്റ്റ് പാരഗ്രാഫ്, ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് പാരഗ്രാഫ്. Then I would murmur, thank you. Good morning, Mr. Jessler. Good morning, he would reply, still looking at the leather in his hand. ഇവിടെ
ഏത് ദിവസത്തേക്ക് തരാം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞതിന് ശേഷവും ജസ്ലറിൻ്റെ ശ്രദ്ധ മുഴുവനും എവിടെയാണ്? ആ ലെതർ പീസിലാണ് അല്ലേ. അല്ലാതെ ഈ വന്നിരിക്കുന്ന കസ്റ്റമറിലൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ. അദ്ദേഹം മുഴുവനും എങ്ങനെ മനോഹരമായൊരു ബൂട്ട് ഈ ഓദറിന് ഉണ്ടാക്കി കൊടുക്കാം ഈ ലെതർ പീസ് കൊണ്ടെന്നുള്ള ചിന്തയിലേക്ക് മുഴുകിയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി നമ്മുടെ ഓദർ വീണ്ടും അദ്ദേഹത്തോട് ചോദിക്കുന്നു, താങ്ക് യു, ഗുഡ് മോർണിംഗ് മിസ്റ്റർ ജസ്ലർ, ഗുഡ് മോർണിംഗ്. He would reply, still looking at the leather in his hand, and as I moved to the door, I would hear the tip-tap of his slippers going up the stairs to his dream of boots. ഒരു മറുപടി പോലും പറയാതെ, അല്ലെങ്കിൽ അദ്ദേഹം ഗുഡ് മോർണിംഗ് എന്നൊരു പ്രതിവാക്യം പറഞ്ഞതുകൊണ്ട് അത്രമാത്രം പറഞ്ഞുകൊണ്ട് തന്നെ ഈ കസ്റ്റമർ ഷോപ്പിൽ നിന്ന് പോകുന്നുണ്ടോ അല്ലെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇതൊന്നും ശ്രദ്ധിക്കാതെ തന്നെയാണ് ജസ്ലർ തൻ്റെ പണിപ്പുരയിലേക്ക് പോകുന്നത്. അദ്ദേഹം വീണ്ടും ബൂട്ട് മേക്കിങ്ങിൻ്റെ ഇതിലേക്ക് പോകുന്നു. ഇനി നമ്മൾ പേജ് നമ്പർ 74 നമുക്കൊന്ന് നോക്കാം. പേജ് നമ്പർ 74 എന്താണ് അവിടെ അദ്ദേഹം പറയുന്നത്. ഇനി അടുത്തൊരു ഇൻസിഡൻറ്റ് എന്താണ് നമ്മുടെ ഓദർ ഈ മിസ്റ്റർ ജസ്ലറിനെ ഓർമ്മിക്കുന്നത്, ജസ്ലറിനെക്കുറിച്ച് എന്ത് കാര്യമാണ് ഇനി നമ്മളോട് വേറൊരു ഇൻസിഡൻറ്റ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വേറൊരു ഇൻസിഡൻറ്റ് എന്താണെന്ന് നമ്മളോട് പറയാനായിട്ടാണ് ഈ പേജിൽ ശ്രമിക്കുന്നത്. I cannot forget the day on which I had occasion to say to him, Mr. Jessler, that last pair of boots creaked, you know. അങ്ങനെ ഒരു അവസരം അദ്ദേഹത്തിന് വന്നെത്തുകയാണ്. ഒക്കേഷൻ, ഒരു അവസരം, OCCASION. ഒക്കേഷൻ മീൻസ് ഒരു അവസരം, ഒരു സംസാരിക്കാനുള്ളൊരു അവസരം. ഒരു കംപ്ലൈൻ്റാണ് ഇവിടെ പറയുന്നത്. മിസ്റ്റർ ജസ്ലർ, ദ ലാസ്റ്റ് പെയർ ഓഫ് ബൂട്ട്സ് ക്രീക്ഡ്, യു നോ. ഹീ ലുക്ക്ഡ് അറ്റ് മീ ഫോർ എ ടൈം വിതൗട്ട് റിപ്ലൈയിങ് ആസ് ഇഫ് എക്സ്പെക്ടിങ് മീ ടു വിത്ഡ്രോ ഓർ ക്വാളിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ദെൻ സെഡ്, ഇറ്റ് ഷുഡിൻറ്റ് ഹാവ് ക്രീക്ഡ്. ഇറ്റ് ഷുഡിൻറ്റ് ഹാവ് ക്രീക്ഡ്. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? അതായത് ജസ്ലർ ചെയ്തു കൊടുത്ത ഒരു ബൂട്ടിന് കംപ്ലൈൻ്റ് ഉണ്ടായി എന്ന് ഓദർ അദ്ദേഹത്തോട് നേരിട്ട് പറയുമ്പോൾ അത് അദ്ദേഹത്തിന് വിശ്വസിക്കാനായിട്ട് അദ്ദേഹം ഷോക്ക്ഡായി പോവുകയാണ്. അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഹീ ലുക്ക്ഡ് അറ്റ് മീ ഫോർ എ ടൈം വിത്തൗട്ട് റിപ്ലൈയിങ്, ഒരു മറുപടി പോലും പറയാതെ അദ്ദേഹം നോക്കുകയാണ്. എന്നിട്ട് ആസ് ഇഫ് എക്സ്പെക്ടിങ് മീ ടു വിത്ഡ്രോ ഓർ ക്വാളിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ്, അദ്ദേഹം പറഞ്ഞ കംപ്ലൈൻറ്റ് ഒന്നുകിൽ പിൻവലിക്കും അല്ലെങ്കിൽ അതൊന്ന് മോഡിഫൈ ചെയ്ത് അതിൻ്റെ കംപ്ലൈൻറ്റിൻ്റെ കംപ്ലൈൻറ്റിൻ്റെ ആക്കം കുറച്ചുകൊണ്ട് സംസാരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഇറ്റ് ഷുഡിൻ ഹാവ് ക്രീക്ഡ്. ഇറ്റ് ഡിഡ്, ഐ ആം അഫ്രൈഡ്. വീണ്ടും നമ്മുടെ ഓതർ അദ്ദേഹത്തോട് പറയുകയാണ് അത് വീണ്ടും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇറ്റ് ഹാപ്പൻഡ് ദാറ്റ് ലാസ്റ്റ് പെയർ ഓഫ് ബൂട്ട്സ് ക്രീക്ഡ് എന്ന് തന്നെ അദ്ദേഹം സ്ട്രെസ് ചെയ്യുമ്പോൾ എന്താണ് അദ്ദേഹം മറുപടി പറയുന്നത്? യു ഗോട്ട് ദം വെറ്റ് ബിഫോർ ദേ ഫൗണ്ട് ദംസെൽസ്. യു ഗോട്ട് ദം വെറ്റ് ബിഫോർ ദേ ഫൗണ്ട് ദംസെൽസ്. ഇങ്ങനെ ക്രീക്കായ ഒരവസ്ഥ ഉണ്ടാവാനുള്ള കാരണം എന്തായിരിക്കും? നിങ്ങൾ അത് വെള്ളത്തിൽ മുക്കിയിട്ടുണ്ടാവും, നനച്ചിട്ടുണ്ടാവും, അത് വെറ്റാക്കിയിട്ടുണ്ടാവും. നമുക്കറിയാം ലെതർ പ്രോഡക്ട്സ് ഡ്രൈ ആയിരിക്കണം. അതുമേൽ ലെതർ പ്രോഡക്ട്സിൽ വെള്ളം അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ടാവാനായിട്ട് പാടില്ല. അതിനൊരു ബാഡ് സ്മെൽ ഉണ്ടാവും, പൂപ്പൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്, അത് ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മിസ്റ്റർ ജസ്ലർ ഓദറിനോട് പറയുന്നു യു ഗോട്ട് ദം വെറ്റ് ബിഫോർ ദേ ഫൗണ്ട് ദംസെൽസ്. ഐ ഡോണ്ട് തിങ്ക് സോ. അപ്പം ഉടനെ തന്നെ ഓദർ പറയുകയാണ് ഐ ഡോണ്ട് തിങ്ക് സോ. At that, he lowered his eyes as if hunting for memory of those boots, and I felt sorry I had mentioned this grave thing. അദ്ദേഹം ഇങ്ങനെ തല താഴ്ത്തി തൻ്റെ ഓർമ്മയിൽ ഒന്ന് പരിധി നോക്കുകയാണ്. ആ ഓർമ്മയിൽ പരിധി നോക്കുന്നതിന് ഉപയോഗിക്കുന്ന വേർഡാണ് ആസ് ഇഫ് ഹണ്ടിങ് ഫോർ മെമ്മറി ഓഫ് ദോസ് ബൂട്ട്സ്. ഏത് സമയത്താണ്, ഏത് തരം ലെതർ ഉപയോഗിച്ചാണ് ഈ മനുഷ്യന്, ഈ ഓദറിന് ഞാൻ ബൂട്ട് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് എന്നുള്ളൊരു ആലോചനയിലായിരുന്നു മിസ്റ്റർ ജസ്ലർ. എന്നിട്ട് അദ്ദേഹം എന്ത് മറുപടി പറഞ്ഞു? സെൻഡ് ദം ബാക്ക്. ആ ക്രീക്ക് ചെയ്ത ബൂട്ട് മടക്കി തരൂ. സെൻഡ് ദം ബാക്ക്. ഹീ സെഡ് ഐ വിൽ ലുക്ക് അറ്റ് ദം. ഞാനതിൽ നോക്കാം. സം ബൂട്ട്സ്, ഹി കണ്ടിന്യൂഡ് സ്ലോലി, ആർ ബാഡ് ഫ്രം ബർത്ത്. ഇഫ് ഐ ക്യാൻ ഡു നത്തിങ് വിത്ത് ദം ഐ ടേക്ക് ദം ഓഫ് യുവർ വിൽ. അടുത്ത സ്റ്റെപ്പാണ് ഏറ്റവും ഖേദകരം. അദ്ദേഹം പറയുകയാണ് സെൻഡ് ദം ബാക്ക്. ചില ബൂട്ടുകൾ ജനിക്കുന്നത് തന്നെ നല്ല ബർത്തോടുകൂടി നല്ല ക്വാളിറ്റിയോടുകൂടി ജനിക്കണമെന്നില്ല. പിന്നീടും അദ്ദേഹം പറയുന്നു ഐ വിൽ ടേക്ക് ദം, ഞാനത് നോക്കാം. ഐ വിൽ ലുക്ക് ആഫ്റ്റർ ദം, ഐ വിൽ മെൻഡ് ദം. അതിനെ ഒന്ന് ശരിയാക്കി എടുക്കാനായിട്ട് നോക്കാം. അതും സാധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ഐ വിൽ പേ ഓഫ്, ഞാൻ നിനക്ക് അതിൻ്റെ പണം മടക്കിത്തരാം. നമ്മളൊരു ഷോപ്പിൽ ചെന്നൊരു സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് തിരിച്ചു കൊണ്ടു കൊടുത്താൽ ഒരു ഷോപ്പ് ഉടമയും എന്ത് ചെയ്യത്തില്ല, പണം മടക്കി തരികയില്ല. പകരം വേറൊരു സാധനം അല്ലെങ്കിൽ അതിന് തുല്യമായൊരു സാധനം വാങ്ങാനായിട്ട് നമുക്ക് അവസരം തരും. പലപ്പോഴും നമുക്ക് പണം തിരികെ തരുന്നതിന്
ഏത് ഷോപ്പുടമയ്ക്കും ബുദ്ധിമുട്ട്. ഇവിടെ നമ്മുടെ ജസ്ലർ അങ്ങനെയല്ല പറയുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണ്? സം ബൂട്ട്സ് ആർ ബാഡ് ഫ്രം ബർത്ത് ഇഫ് ഐ ക്യാൻ ഡു നത്തിങ്. എനിക്ക് അത് മെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നെങ്കിൽ വിത്ത് ദം ഐ ടേക്ക് ഓഫ് യുവർ ബിൽ. അതായത് നിൻ്റെ പണം ഞാൻ മടക്കിത്തരാം. Once I went absent-mindedly into his shop in a pair of boots bought in an emergency at some large firm. He took my order without showing me any leather, and I could feel his eyes penetrating the inferior covering of my foot. At last he said, "Those are not my boots." അദ്ദേഹം ജസ്ലറിൻ്റെ ഒരു ക്വാളിറ്റിയാണ് അവിടെ നമ്മൾ നേരത്തെ ആയിട്ടുള്ള ഇൻസിഡൻറ്റ് പറഞ്ഞത്. ഇനി അടുത്ത ഒരു സംഭവം നടക്കുന്നത് എന്താണ്? ജസ്ലറിൻ്റെ ഷോപ്പിലേക്ക് ഇദ്ദേഹം കടന്നു ചെല്ലുമ്പോൾ ഈ ഓദർ ഏത് തരം ഷൂസായിരുന്നു ധരിച്ചിരുന്നത്? വൺസ് ഐ വെൻറ്റ് ആബ്സെൻറ്റ് മൈൻഡ്ലി എന്നാണ് പറയുന്നത്. അതായത് ഷൂ മേക്കറിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് വേറൊരു കമ്പനിയുടെ ഷൂ ഇട്ടിട്ടാണ് ചെല്ലുന്നത്. ആബ്സെൻറ്റ് മൈൻഡ്ലി ഇൻ ടു ഹിസ് ഷോപ്പ് ഇൻ എ പെയർ ഓഫ് ബൂട്ട്സ് ബോട്ട് ഇൻ എൻ എമർജൻസി അറ്റ് സം ലാർജ് ഫേം. വലിയൊരു ലാർജ് ഫേം ഉണ്ടാക്കുന്നൊരു ബൂട്ട് ഇട്ടിട്ടാണ് അദ്ദേഹം അവിടേക്ക് ചെന്നത്. ജസ്ലർ അദ്ദേഹത്തിൻ്റെ ഓർഡർ സ്വീകരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ചുഴിഞ്ഞു നോക്കിയത് ഈ ഓദർ ധരിച്ചിരിക്കുന്ന ബൂട്ടുകളിലിരുന്നു. എന്നിട്ട് അദ്ദേഹം ഉടനെ തന്നെ പറയാണ്, "ദോസ് ആർ നോട്ട് മൈ ബൂട്ട്സ്." ആ ബൂട്ടുകളൊന്നും തന്നെ ഞാൻ ഉണ്ടാക്കിയതല്ല. ദി ടോൺ വാസ് നോട്ട് വൺ ഓഫ് ആങ്കർ നോർ ഓഫ് സോറോ നോട്ട് ഈവൻ ഓഫ് കണ്ടംപ്റ്റ്, ബട്ട് ദെയർ വാസ് ഇൻ ഇറ്റ് സംതിങ് ക്വൈറ്റ് ദാറ്റ് ഫ്രോസ് ദ ബ്ലഡ്. പിന്നെ നമുക്കറിയാം, നമ്മൾ സ്ഥിരമായിട്ടൊരു കടകളിൽ സാധനം വാങ്ങുന്നൊന്നും ആയിരിക്കും. ആ കടയുടമയും ആ കസ്റ്റമറും തമ്മിൽ ഒരു ചെറിയൊരു മാനസിക ബന്ധം ഉണ്ടാവും. ആ കടയുടമയിൽ നിന്ന് വാങ്ങുന്ന സെയിം സാധനം വേറൊരു കടയിൽ പോയി വാങ്ങി എന്ന് അറിയുമ്പോൾ കടയുടമയ്ക്ക് ചെറിയൊരു നീരസം നമ്മളോട് തോന്നാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ പക്ഷേ ജസ്ലറിൻ്റെ ശബ്ദത്തിൽ എന്തില്ല? ആങ്കർ ഇല്ല, കണ്ടംപ്റ്റ് ഇല്ല, പരിഭവമില്ല, സങ്കടമില്ല, ഒന്നുമില്ല. കണ്ടോ? ദ ടോൺ വാസ് നോട്ട് വൺ ഓഫ് ആങ്കർ നോർ ഓഫ് സോറോ നോട്ട് ഈവൻ ഓഫ് കണ്ടംപ്റ്റ്, ബട്ട് ദെയർ വാസ് ഇൻ സംതിങ് ക്വൈറ്റ് ദാറ്റ് ഫ്രോസ് ദ ബ്ലഡ്. ഹി പുട്ട് ഹിസ് ഹാൻഡ് ഡൗൺ ആൻഡ് പ്രസ്ഡ് എ ഫിംഗർ ഓൺ ദ പ്ലേസ് വേർ ദ ലെഫ്റ്റ് ബൂട്ട് വാസ് നോട്ട് ക്വൈറ്റ് കംഫർട്ടബിൾ. ഇത് അദ്ദേഹം താഴെ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ ഓദറിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ബൂട്ടിൽ തൊട്ടിട്ട് പറഞ്ഞു, എന്താണ് പറഞ്ഞത്? It hurts you there, those big firms have no self-respect. It hurts you there, he said, those big firms have no self-respect. അദ്ദേഹം പറയുകയാണ്, ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലെ ബൂട്ട് നിനക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഈ വലിയ വലിയ ബൂട്ട് കമ്പനിക്കാർ അവർക്കൊന്നും സ്വന്തമായിട്ട് എന്തില്ല? സെൽഫ് റെസ്പെക്റ്റ് ഇല്ല. അവരുടെ ജോലിയിലോട് അവർക്ക് ആത്മാർത്ഥത ഇല്ല. അവരെന്തിനു വേണ്ടിയിട്ടാണ്? And then, as if something had given way within him, he spoke long and bitterly. It was the only time I ever heard him discuss the conditions and hardships of his trade. അങ്ങനെ ആദ്യമായിട്ടാണ് മിസ്റ്റർ ജസ്ലർ ഈ ഓദറിനോട് വളരെയേറെ നേരം തൻ്റെ ബിസിനസ്സിനെക്കുറിച്ചും തൻ്റെ ട്രേഡിനെക്കുറിച്ചും ബൂട്ട് മേക്കിങ്ങിനെക്കുറിച്ചും അദ്ദേഹം ഏറെ നേരം അദ്ദേഹത്തിന് ബിറ്ററായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളാണ് അദ്ദേഹം ഈ ഓദറുമായിട്ടൂടെ പങ്കുവയ്ക്കുന്നത്. ആൻഡ് ദെൻ ആസ് ഇഫ് സംതിങ് ഹാഡ് ഗിവൺ way within him, he spoke long and bitterly. It was the only time I ever heard him discuss the conditions and hardships of his trade. Next page, look at the next page. Page number 75. They get it all. They get it all means who get it all? The big firms get it all. They get it by advertisement, not by work. They take it away from us who love our boots. It comes to this, presently I have no work. അപ്പോൾ ഇവിടെ മിസ്റ്റർ ജസ്ലറിൻ്റെ വലിയ ഒരു പരാതിയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ വലിയൊരു കംപ്ലൈൻ്റാണ്, അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളൊരു വലിയൊരു വിഷമമാണ് പറയുന്നത്. ദേ ഗെറ്റ് ഇറ്റ് ഓൾ. ബിഗ് ഫേംസിന് എല്ലാ സൗകര്യങ്ങളും എല്ലാ കസ്റ്റമേഴ്സിനെയും ലഭിക്കുന്നു. വൈ? ദേ ഗെറ്റ് ഇറ്റ് ബൈ അഡ്വർടൈസ്മെൻറ്റ്. അവർ കൊടുക്കുന്ന അഡ്വർടൈസ്മെൻറ്റിൽ ആകൃഷ്ടരായിട്ടാണ് പലപ്പോഴും കസ്റ്റമേഴ്സ് അവരുടെ കടയിൽ. നോട്ട് ബൈ വർക്ക്. അവരുടെ വർക്കിൻ്റെ ക്വാളിറ്റി കണ്ടിട്ടല്ല, അവരുടെ അഡ്വർടൈസ്മെൻറ്റിൽ മയങ്ങിയിട്ടാണ് പലപ്പോഴും കസ്റ്റമേഴ്സ് അവിടേക്ക്. ദേ ടേക്ക് ഇറ്റ് എവേ ഫ്രം അസ്. അവർ ഞങ്ങളുടെ ബിസിനസ് എല്ലാം നഷ്ടമാക്കി കളഞ്ഞു. ഹൂ ലവ് അവർ ബൂട്ട്സ്. ഞങ്ങളുടെ ബൂട്ട്സ് ഇഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സിനെയൊക്കെ ആര് ആകർഷിച്ചുകൊണ്ടുപോയി? ബിഗ് ഫേംസ് ആകർഷിച്ചു. ഇറ്റ് കംസ് ടു ദിസ്, പ്രസൻ്റ്ലി ഐ ഹാവ് നോ വർക്ക്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇന്നെനിക്ക് എന്തില്ല? വർക്ക്
ഇല്ല. എവറി ഇയർ ഇറ്റ് ഗെറ്റ്സ് ലെസ്, യു വിൽ സീ. ഓരോ വർഷം കഴിയുന്തോറും ഇവരുടെ കസ്റ്റമേഴ്സിൻ്റെ നമ്പർ കുറഞ്ഞ് വരുന്നു. ആൻഡ് ലുക്കിംഗ് അറ്റ് ഹിസ് ലൈൻഡ് ഫേസ് ഐ സോ തിങ്സ് ഐ ഹാഡ് നെവർ നോട്ടീസ്ഡ് ബിഫോർ, ബിറ്റർ തിങ്സ് ആൻഡ് ബിറ്റർ സ്ട്രഗിൾ ആൻഡ് വാട്ട് എ ലോട്ട് ഓഫ് ഗ്രേ ഹെയർസ് ദർ സീംഡ് സഡൻലി ഇൻ ഹിസ് റെഡ് ബിയേർഡ്. ഇതുവരെ ഓദർ ജസ്ലറിൻ്റെ ഷോപ്പിലേക്ക് ചെല്ലുമ്പോൾ വളരെ മനോഹരമായ ക്വാളിറ്റിയുള്ള ബൂട്ട്സ് ഉണ്ടാക്കി തരുന്ന, വളരെയേറെ ലാസ്റ്റ് ചെയ്യുന്ന ബൂട്ട്സ് ഉണ്ടാക്കി തരുന്ന മനോഹരമായ ഒരു കലാകാരനെ പോലെ സുന്ദരമായ രീതിയിൽ ബൂട്ട്സ് ഉണ്ടാക്കുന്ന ജസ്ലറിനെ മാത്രമായിരുന്നു ഓദറിന് പരിചയമുണ്ടായിരുന്നു. എന്നാൽ ഒരു ഇൻസിഡൻറ്റിൽ അദ്ദേഹം കംപ്ലൈൻറ്റ് പറയുമ്പോൾ എന്തുകൊണ്ട് ആ ബൂട്ട് നശിച്ചു പോയി അല്ലെങ്കിൽ അത് ക്രീക്ക് ചെയ്തു എന്നുള്ളതിനുള്ള കാര്യം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നൊരു പ്രോമിസാണ്, ആ ബൂട്ട് മിസ്റ്റർ ജസ്ലറിനെ മെൻഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അദ്ദേഹം അതിൻ്റെ പണം മടക്കി കൊടുക്കാമെന്ന് വരെ അദ്ദേഹം ഓഫർ ചെയ്യുന്നു. അടുത്തതായിട്ട് അദ്ദേഹം പറയുന്ന മറ്റ് ബിഗ് ഫേംസും ഉണ്ട്. ബിഗ് ഫേംസ് വന്ന് അഡ്വർടൈസ്മെൻറ്റുമായി വന്നുകൊണ്ട് കുറേയേറെ കസ്റ്റമേഴ്സ്, അദ്ദേഹത്തിനുണ്ടായിരുന്ന എല്ലാ കസ്റ്റമേഴ്സിനെയും അവരെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫ് വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ലൈഫായിട്ട് മാറി. ആൻഡ് ലുക്കിംഗ് അറ്റ് ഹിസ് ലൈൻഡ് ഫേസ്, അത് എപ്പോഴാണ് നമ്മുടെ ഫോർഹെഡിൽ ലൈൻസ് വീഴുന്നത്, പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, മുതിർന്നവരുടെ നെറ്റിയിൽ ഫോർഹെഡിൽ ലൈൻസ് വീണിട്ടുണ്ടായിരിക്കും. അവർ വളരെയേറെ ടെൻഷൻ അനുഭവിക്കുമ്പോൾ, അവർ കൂടുതൽ സ്ട്രഗിൾ ചെയ്യുമ്പോഴാണ് അവരുടെ മുഖഭാവങ്ങളിൽ വ്യത്യാസങ്ങൾ വരുന്നത്. മാത്രമല്ല പെട്ടെന്ന് തല നരയ്ക്കുക, താടി നരയ്ക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ടെൻഷൻ മൂലം സംഭവിക്കാവുന്നതാണ്. ആൻഡ് ലുക്കിംഗ് അറ്റ് ഹിസ് ലൈൻഡ് ഫേസ് ഐ സോ തിങ്സ് ഐ ഹാഡ് നെവർ നോട്ടീസ്ഡ് ബിഫോർ, ബിറ്റർ തിങ്സ് ഇൻ ബിറ്റർ സ്ട്രഗിൾ ആൻഡ് വാട്ട് എ ലോട്ട് ഓഫ് ഗ്രേ ഹെയർസ് ദേ സീംഡ് സഡൻലി ഇൻ ഹിസ് റെഡ് ബിയേർഡ്. ഈ സമയത്ത് മാത്രമാണ് ഈ ഓദർ അദ്ദേഹത്തിൻ്റെ താടിയിൽ വളരുന്ന നരകളെക്കുറിച്ച് പോലും ഓർക്കുന്നത്. ആസ് ബെസ്റ്റ് ഐ കുഡ് ഐ എക്സ്പ്ലെയിൻ ദ സർക്കംസ്റ്റൻസസ് ഓഫ് those ill-omened boots, but his face and voice made so deep an impression that during the next few minutes I ordered many pairs. They lasted longer than ever, and I was not able to go to him for nearly 2 years. ഇത്രയേറെ ബിറ്റർനെസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടെന്ന് അറിഞ്ഞ് ഓദർ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന് ആവശ്യമില്ലെങ്കിൽ പോലും കുറേയേറെ ബൂട്ടുകൾക്ക് ഓർഡർ ചെയ്യുകയാണ്. ബട്ട് ഹിസ് ഫേസ് ആൻഡ് വോയിസ്, അതായത് കുറേ അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാൻ സർക്കംസ്റ്റൻസസ്, ഇന്നത്തെ സാഹചര്യങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് ഓദർ എന്താണ് ചെയ്യുന്നത്, ഈ ഓർഡേർഡ് മെനി പെയേഴ്സ് ദേ ലാസ്റ്റഡ് ലോങ്ങർ ദാൻ എവർ ആൻഡ് ഐ വാസ് നോട്ട് ഏബിൾ ടു ഗോ ടു ഹിം ഫോർ നിയർലി 2 years. പിന്നീട് ഒരു 2 വർഷത്തേക്ക് അദ്ദേഹത്തിന് ഈ ഓദറിന് മിസ്റ്റർ ജസ്ലറുമായിട്ട് ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവാനായിട്ട് സാധ്യമായില്ല. ഇനി എന്താണ് അടുത്തതായിട്ട് മിസ്റ്റർ ജസ്ലറുമായിട്ടുള്ള ഒരു മീറ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അടുത്ത ഒരു ഇൻസിഡൻറ്റ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നെക്സ്റ്റ് പാരഗ്രാഫ്. ഇറ്റ് വാസ് മെനി മന്ത്സ് ബിഫോർ മൈ നെക്സ്റ്റ് വിസിറ്റ് ടു ഹിസ് ഷോപ്പ്. This time it appeared to be his elder brother handling a piece of leather. 2 years കഴിഞ്ഞതിന് ശേഷമാണ് മിസ്റ്റർ ജസ്ലറിൻ്റെ ഷോപ്പിലേക്ക് വീണ്ടും ഈ ഓദർ കടന്നു വരുന്നത്. ഇറ്റ് വാസ് മെനി മന്ത്സ് ബിഫോർ മൈ നെക്സ്റ്റ് വിസിറ്റ് ടു ഹിസ് ഷോപ്പ്. ദിസ് ടൈം ഇറ്റ് അപ്പിയർഡ് ടു ബി ഹിസ് എൽഡർ ബ്രദർ ഹാൻഡ്ലിങ് എ പീസ് ഓഫ് ലെതർ. അദ്ദേഹം കടന്നു ചെല്ലുമ്പോൾ ജസ്ലറിൻ്റെ എൽഡർ ബ്രദർ കയ്യിലൊരു പീസ് ഓഫ് ലെതർ പീസുമായിട്ട് പിടിച്ച് നിൽക്കുന്നതാണ് അദ്ദേഹം കാണുന്നത്. Well, Mr. Jessler, I said, how are you? He came close and peered at me. I am pretty well, he said slowly, but my elder brother is dead. അദ്ദേഹം എന്താണ് പറയുന്നത് നോക്കിയേ. വെൽ മിസ്റ്റർ ജസ്ലർ, ഐ സെഡ് ഹൗ ആർ യു, ഹി കെയിം ക്ലോസ് ആൻഡ് പിയേർഡ് അറ്റ് മീ എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് ഈ വന്ന ഓദറിനെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. അദ്ദേഹം വളരെ അടുത്ത് ചെന്ന് അദ്ദേഹത്തെ ഒന്നുകൂടി ഒന്ന് തുറച്ചു നോക്കുകയാണ് ചെയ്യുന്നത്. ഐ ആം പ്രിറ്റി വെൽ, എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഞാൻ വളരെ സുഖമായിട്ടിരിക്കുന്നു. ആൻഡ് ഹീ സെഡ് സ്ലോലി, ബട്ട് മൈ എൽഡർ ബ്രദർ ഇസ് ഡെഡ്. ഈ ഓദർ വിചാരിച്ചിരിക്കുന്ന ഇതുവരെയും ജസ്ലറിൻ്റെ എൽഡർ ബ്രദറാണ് അവിടെ നിൽക്കുന്നതെന്ന്. ആ സമയത്താണ് മിസ്റ്റർ ജസ്ലർ പറയുന്നത് എൻ്റെ എൽഡർ ബ്രദർ മരിച്ചുപോയെന്ന്. And I saw that it was indeed himself, but how aged and wan, and never before had I heard him mention his brother. Much shocked, I murmured, "Oh, I am sorry." ഇതുവരെ ഈ സഹോദരനെക്കുറിച്ചൊന്നും പറയുന്നത് ജസ്ലർ പറയുന്ന ഒന്നും ഈ ഓദർ കേട്ടിട്ടില്ല. ഓദറിന് ആ സമയത്ത് മാത്രമാണ് മനസ്സിലായത് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഏജ്ഡ് ആയിട്ടുള്ള പെയിലായിട്ടുള്ള ക്ഷീണിതനായി കാണപ്പെടുന്ന മനുഷ്യൻ മിസ്റ്റർ ജസ്ലർ തന്നെയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. എത്ര ഒരു ഷോക്കിംഗ് ഇൻസിഡൻ്റ് ആണ് നമ്മുടെ ഓദറിന് ഇവിടെ സംഭവിക്കുന്നത്.
And I saw that it was indeed himself, but how aged and wan. And never before had I heard him mention his brother. മച്ച് ഷോക്ക്ഡ്. ഓതനുണ്ടായത് വലിയൊരു ഷോക്കിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഐ മർമേർഡ്, ഓ ഐ ആം സോറി. ഒരു സഹോദരൻ മരിച്ചു എന്നുള്ള വാർത്ത അറിയിച്ചപ്പോഴേക്കും അദ്ദേഹം എന്ത് പറഞ്ഞു? ഒരു കണ്ടോളൻസ് പോലെ, ഓ ഐ ആം സോറി. യെസ്, ഹി ആൻസേർഡ് ഹി വാസ് എ ഗുഡ് മാൻ. ഇനിയും ജസ്ലർ തൻ്റെ സഹോദരനെക്കുറിച്ച് എന്താണ് ഇവിടെ പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. യെസ്, ഹി ആൻസേർഡ് ഹി വാസ് എ ഗുഡ് മാൻ. ഹി മെയ്ഡ് എ ഗുഡ് ബൂട്ട്, but he is dead. And he touched the top of his head, where the hair had suddenly gone as thin as it had been on that of his poor brother, to indicate, I suppose, the cause of his death. Do you want any boots? And he held up the leather in his hand. It is a beautiful piece. അദ്ദേഹം പറയുന്നുണ്ട്, തൻ്റെ സഹോദരനെക്കുറിച്ചാണ് എന്ത് പറയുന്നത്? അദ്ദേഹം വളരെ മനോഹരങ്ങളായിട്ടുള്ള ബൂട്ടുകൾ ഉണ്ടാക്കിയിരുന്നു. ഈ ജസ്ലർ തൻ്റെ തലയിലേക്കൊന്ന് തലോടി നോക്കുമ്പോഴാണ് ഓദറോടെ ശ്രദ്ധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മുടികളെല്ലാം കൊഴിഞ്ഞു പോയിരിക്കുന്നത്, തിന്നായി തീർന്നിരിക്കുന്നു. ആസ് ഇറ്റ് ഹാഡ് ബീൻ ഓൺ ദാറ്റ് ഓഫ് ഹിസ് പുവർ ബ്രദർ, ടു ഇൻഡിക്കേറ്റ്. അതിൽ നിന്ന് തന്നെ ഈ ഒരു ജസ്ലറിൻ്റെ ഒരു അപ്പിയറൻസിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ എൽഡർ ബ്രദറിന് എന്തുകൊണ്ടായിരിക്കും എത്ര പെട്ടെന്നൊരു മരണം സംഭവിച്ചതെന്ന് മനസ്സിലാക്കാനായിട്ട്. എന്നിട്ടും അദ്ദേഹം ചോദിക്കുന്നത് എന്താ? ഡു യു വാണ്ട് എനി ബൂട്ട്സ്? നിനക്ക് ബൂട്ട് ഉണ്ടാക്കി കിട്ടേണ്ടതുണ്ടോ? ആൻഡ് ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ പീസ്. എൻ്റെ കയ്യിലിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ലെതർ പീസാണ്, അതുകൊണ്ട് നിനക്ക് ബൂട്ടുണ്ടാക്കി ലഭ്യമാക്കണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നൊരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ടേൺ ദ പേജ്. നെക്സ്റ്റ് പേജ് നമ്പർ 76. Look at that page. I ordered several pairs. It was very long before they came, but they were better than ever. One simply could not wear them out, and soon after that I went abroad. I ordered several pairs. വീണ്ടും നമ്മുടെ ഓർഡർ വളരെയേറെ ബൂട്ടുകൾ ഓർഡർ ചെയ്യുകയാണ്. അദ്ദേഹത്തിന് ഇത്രയേറെ ബൂട്ടുകളുടെ ആവശ്യമില്ല, പക്ഷേ ജസ്ലറിൻ്റെ അവസ്ഥ കണ്ടിട്ടാണ് അദ്ദേഹം ഇത്രയേറെ ബൂട്ടുകൾ ഓർഡർ ചെയ്യുന്നത്. ഇറ്റ് വാസ് വെരി ലോങ് ബിഫോർ ദേ കെയിം, ബട്ട് ദേ വേർ ബെറ്റർ ദാൻ എവർ. ഇച്ചിരി താമസിച്ചാണെങ്കിലും അവയെല്ലാം വന്ന് ചേർന്ന് ഓർഡറിൻ്റെ അടുത്തേക്ക്. പക്ഷേ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുന്ന ബൂട്ടിനേക്കാളും മികച്ചതായിട്ടുള്ള ബൂട്ടുകളാണ് വീണ്ടും ജസ്ലർ ഉണ്ടാക്കിയിരുന്നത്. വൺ സിംപ്ലി കുഡ് നോട്ട് വെയർ ദം ഔട്ട്, ആൻഡ് സൂൺ ആഫ്റ്റർ ദാറ്റ് ഐ വെൻറ്റ് അബ്രോഡ്. ഈ ഒരു ബൂട്ടുകൾ ലഭ്യമായതിനു ശേഷം ഓദർ എവിടേക്ക് പോയി? വേറൊരു രാജ്യത്തേക്ക് പോയി. ലണ്ടനിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. അവിടെ നിന്ന് അദ്ദേഹം വേറെ സ്ഥലത്തേക്ക് പോയി. ഇറ്റ് വാസ് ഓവർ എ ഇയർ ബിഫോർ ഐ വാസ് അഗെയിൻ ഇൻ ലണ്ടൻ, and the first shop I went to was my old friend's. I had left a man of 60. I came back to one of 75, pinched and worn, who genuinely this time did not at first know me. ഇനി നോക്കിയേ, ലണ്ടനിലേക്ക് അദ്ദേഹം മടങ്ങിയെത്തുന്നു. പിന്നീട് ഒരു വർഷത്തിന് ശേഷം ഈ ഓദർ ലണ്ടനിലേക്ക് മടങ്ങിയെത്തിയിട്ട് ആദ്യം തന്നെ അദ്ദേഹം ചെയ്യുന്ന കാര്യം എന്താണ്? തൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പ് വിസിറ്റ് ചെയ്യാനാണ്. ഐ ഹാഡ് ലെഫ്റ്റ് എ മാൻ ഓഫ് 60. ജസ്ലറിനെ ഇവിടെ നിർത്തിയിട്ട് അദ്ദേഹം കണ്ടിട്ട് പോകുമ്പോൾ ജസ്ലറിൻ്റെ പ്രായം ഒരു 60 years ആയിരുന്നു. എന്നാൽ ഒരു വർഷം കഴിഞ്ഞ് അദ്ദേഹം റിട്ടേൺ ചെയ്ത് വന്നപ്പോൾ ഐ കെയിം ബാക്ക് ടു വൺ ഓഫ് 75, പിഞ്ച്ഡ് ആൻഡ് വോൺ എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഏജ് എത്രത്തോളം കൂടിയെന്നാണ് പറയുന്നത്. ഒരു വർഷം കഴിഞ്ഞ് വന്നപ്പോഴേക്കും 60 വയസ്സുള്ള മനുഷ്യൻ 15 വയസ്സ് കൂടി ഒരു 75 years ഉള്ളൊരു മനുഷ്യൻ്റെ പരുവത്തിലേക്ക് അപ്പിയറൻസിലേക്ക് എത്തി. എന്നിട്ട് അടുത്ത വാക്കുകൾ നോക്കി, പിഞ്ച്ഡ് ആൻഡ് വോൺ. എപ്പോഴാണ് പിഞ്ച്ഡ് ആൻഡ് വോൺ എന്ന് പറയുന്നത്? നമുക്ക് തുണികളൊക്കെ ഇങ്ങനെ കീറി അതിൻ്റെ ഏറ്റവും ദുഷ്കരമായ ഒരു അവസ്ഥയിലേക്ക് എടുത്ത് ത്രോ ഔട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ആകുന്ന ഒരു അവസ്ഥ. അത്രമാത്രം വളരെ ശാരീരികമായ അവശതകളോടുകൂടിയ ഒരു ജസ്ലറിനെയാണ് ഇവിടെ കാണുന്നത്. ഹു ജെന്യുവിൻലി ദിസ് ടൈം ഡിഡ് നോട്ട് അറ്റ് ഫസ്റ്റ് നോ മീ. ഈ ഓദറിനെ കണ്ടിട്ട് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പോലും സാധ്യമായില്ല. ഡു യു വാണ്ട് എനി ബൂട്ട്സ്? ഹി സെഡ്, ഐ ക്യാൻ മേക്ക് ദം ക്വിക്ക്ലി. ഇറ്റ് ഈസ് എ സ്ലാക്ക് ഓഫ് ടൈം. അദ്ദേഹം പറയാണ്, നിനക്ക് ബൂട്ടുകൾ ആവശ്യമുണ്ടോ? ഞാൻ വളരെ പെട്ടെന്ന് തന്നെ, വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നിനക്ക് ബൂട്ടുകൾ. ഐ ആൻസേർഡ്, പ്ലീസ് ഐ വോണ്ട് ബൂട്ട്സ് ഓൾ അറൗണ്ട് എവറി കൈൻഡ്. ഐ ആൻസേർഡ്, പ്ലീസ് ഐ വോണ്ട് ബൂട്ട്സ് ഓൾ അറൗണ്ട് എവറി കൈൻഡ്. ഏതെല്ലാം തരത്തിലുള്ള ഈ മനുഷ്യനെ കണ്ടിട്ട്
ഓദറിന് വളരെയേറെ സങ്കടം തോന്നി. വളരെ ദയനീയമായ ഒരു അവസ്ഥ അദ്ദേഹം കണ്ടിട്ട് അദ്ദേഹം പറയാണ്, എനിക്ക് ബൂട്ടുകൾ വേണം, എല്ലാ തരത്തിലുള്ള ബൂട്ടുകൾ വേണം. എവിടെയൊക്കെ ലഭ്യമാണ്, ലോകത്തിലെ ഏതെല്ലാം തരത്തിലെ ബൂട്ടുകൾ, ഏതെല്ലാം തരത്തിലുള്ള ലെതറിൽ ബൂട്ടുകൾ കിട്ടുന്നുണ്ടോ അത്രയും തരത്തിലുള്ള ബൂട്ടുകൾ തനിക്ക് വേണമെന്ന് അദ്ദേഹം ഓർഡർ ചെയ്യണം. ഐ ഹാഡ് ഗിവൺ ദോസ് ബൂട്ട്സ് അപ്പ് വെൻ വൺ ഈവനിങ് ദേ കെയിം. One by one I tried them on, in shape and fit, in finish and quality of leather. They were the best he had ever made. അങ്ങനെ അദ്ദേഹം ഓർഡർ ചെയ്ത പ്രകാരമുള്ള ബൂട്ടുകൾ അദ്ദേഹത്തിന് എത്തിച്ചേരുന്നു. ഐ ഹാഡ് ഗിവൺ ദോസ് ബൂട്ട്സ് അപ്പ് വെൻ വൺ ഈവനിങ് ദേ കെയിം മീൻസ് ദ ബൂട്ട്സ് കെയിം. വൺ ബൈ വൺ ഐ ട്രൈഡ് ദം ഓൺ. അങ്ങനെ കടന്നു വന്ന അല്ലെങ്കിൽ ലഭ്യമായ ഓരോ ബൂട്ടും, ജസ്ലർ പണിത് ഓരോ ബൂട്ടും അദ്ദേഹം ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു സെൻറ്റൻസ് നോക്കി, ഇൻ ഷേപ്പ് ആൻഡ് ഫിറ്റ്, ഇൻ ഫിനിഷ് ആൻഡ് ക്വാളിറ്റി ഓഫ് ലെതർ, ദേ വർ ദ ബെസ്റ്റ് ഹി ഹാഡ് എവർ മെയ്ഡ്. അദ്ദേഹം ജസ്ലർ ഇതുവരെ ഉണ്ടാക്കിയതിലെ ബൂട്ടുകളിലെ ഏറ്റവും ബെസ്റ്റ്, സൂപ്പർലേറ്റീവ് ഡിഗ്രി അവിടെ ഉപയോഗിച്ചേക്കുന്നത് അല്ലേ, ദ ബെസ്റ്റ് എന്നുള്ളത് ആണ് അദ്ദേഹത്തിന് ലഭ്യമായത്. ഐ ഫ്ലൂ ഡൗൺ സ്റ്റേറ്റ്. ഉടനെ തന്നെ അദ്ദേഹം താഴേക്ക് പോയി. എന്നിട്ട് എന്ത് ചെയ്തു, റോട്ട് എ ചെക്ക് ആൻഡ് പോസ്റ്റഡ് ഇറ്റ് അറ്റ് വൺസ് വിത്ത് മൈ ഓൺ ഹാൻഡ്. അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ എഴുതിയ ഒരു ചെക്ക് ആ നിമിഷം തന്നെ ജസ്ലറിന് വേണ്ടി പോസ്റ്റ് ചെയ്തു. എ വീക്ക് ലേറ്റർ, അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു, പാസിംഗ് ദ ലിറ്റിൽ സ്ട്രീറ്റ് ഐ തോട്ട് ഐ വുഡ് ഗോ ഇൻ ആൻഡ് ടെൽ ഹിം ഹൗ സ്പ്ലെൻഡിഡ്ലി ദ ന്യൂ ബൂട്ട്സ് ഫിറ്റഡ്. But when I came to where his shop had been, his name was gone. അങ്ങനെ അദ്ദേഹം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ സ്ട്രീറ്റ് വഴി പോയപ്പോൾ അദ്ദേഹം ഓർത്തു, ജസ്ലറിനെ കണ്ടേക്കാം, അദ്ദേഹത്തോട് പറയാം, എത്ര മനോഹരമായിട്ടാണ് താങ്കൾ ബൂട്ടുകൾ ഉണ്ടാക്കി എനിക്ക് അയച്ചു തന്നതെന്ന് ഒരു അപ്രീസിയേഷൻ കൊടുക്കാമല്ലോ, ഒരു താങ്ക്സ് കൊടുക്കാമല്ലോ എന്ന ഉദ്ദേശത്തിലേക്കാണ് അദ്ദേഹം അവിടേക്ക് കടന്നു ചെല്ലുന്നത്. എ വീക്ക് ലേറ്റർ, പാസിംഗ് ദ ലിറ്റിൽ സ്ട്രീറ്റ് ഐ തോട്ട് ഐ വുഡ് ഗോ ഇൻ ആൻഡ് ടെൽ ഹിം ഹൗ സ്പ്ലെൻഡിഡ്ലി ദ ന്യൂ ബൂട്ട്സ് ഫിറ്റഡ്. But when I came to where his shop had been, his name was gone. I went in very much disturbed. In the shop there was a young man with an English face. അദ്ദേഹം നോക്കി ചെല്ലുമ്പോൾ ജസ്ലർ ബ്രദേഴ്സ് എന്നുള്ള ബോർഡ് കാണുന്നില്ല. അദ്ദേഹം കടന്നു ചെല്ലുമ്പോൾ കാണുന്ന ഒരു ചെറുപ്പക്കാരനെ, ഒരു ഇംഗ്ലീഷുകാരനെ അവിടെ നിൽക്കുന്നത്. മിസ്റ്റർ ജസ്ലർ ഇൻ? I said, no sir. He said, no, but we can attend to anything with pleasure. We have taken the shop over. അദ്ദേഹം പറയുകയാണ്, ഇവിടെ ജസ്ലർ എന്ന് പറയുന്ന ഷോപ്പ് ഉടമസ്ഥനെ അവിടെ ഇല്ല. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങളുടെ കസ്റ്റമറിൻ്റെ ആവശ്യമനുസരിച്ച് എന്ത് ഞങ്ങൾക്ക് ചെയ്തു തരും. വി ഹാവ് ടേക്കൺ ദ ഷോപ്പ് ഓവർ. മാത്രമല്ല ഞങ്ങൾ ഈ ഷോപ്പ് ഏറ്റെടുത്തു. യെസ് ഐ സെഡ്, ബട്ട് മിസ്റ്റർ ജസ്ലർ, ഓ ഹി ആൻസേർഡ്, ഡെഡ് ബട്ട് ഐ ഓൺലി റിസീവ്ഡ് ദീസ് ബൂട്ട്സ് ഫ്രം ഹിം ലാസ്റ്റ് വെനസ്ഡേ വീക്ക്. ഉടനെ അദ്ദേഹം ജസ്ലർ എന്ത് ചെയ്യാൻ ചോദിക്കുമ്പോൾ എന്താണ് പറയുന്നത്, അദ്ദേഹം മരിച്ചുപോയി എന്നാണ് പറയുന്നത്. ഉടനെ തന്നെ ഓദറിന് വളരെ ഷോക്കിങ് അല്ലേ. ഓദർ എന്താണ് പറയുന്നത്, ഡെഡ് ബട്ട് ഐ ഓൺലി റിസീവ്ഡ് ദീസ് ബൂട്ട്സ് ഫ്രം ഹിം ലാസ്റ്റ് വെനസ്ഡേ വീക്കിൽ മാത്രമാണല്ലോ അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് ഈ ബൂട്ട് ലഭ്യമായത് എന്ന് അദ്ദേഹം പറയാണ്. ഉടനെ ആ ഇംഗ്ലീഷുകാരൻ എന്ത് മറുപടിയാണ് ഈ ഓദറിനോട് പറയുന്നത് എന്നാണ് നെക്സ്റ്റ് പാരഗ്രാഫ് നമുക്കൊന്ന് നോക്കാം. he said, poor old man starved himself, slow starvation. The doctor called it. You see, he went to work in such a way, would keep the shop on, wouldn't have a soul touch his boots except himself. When he got an order, it took him such a time. People won't wait. He lost everybody. And there he would sit, going on and on. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് നോക്കൂ. പുവർ ഓൾഡ് മാൻ സ്റ്റാർവ്ഡ് ഹിംസെൽഫ്. അപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് അദ്ദേഹത്തിന് സ്റ്റാർവേഷൻ കൊണ്ടാണ് അദ്ദേഹം മരിച്ചു പോയതെന്നുള്ളതാണ്. ആ സ്റ്റാർവേഷന് കാരണം എന്താണ്, അദ്ദേഹത്തിന് ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം രാവും പകലും നോക്കാതെ വേറെ ആർക്കും സ്പെയർ ചെയ്യുന്നില്ല അദ്ദേഹത്തിൻ്റെ വർക്ക്. അദ്ദേഹം തന്നെ ഇരുന്നിട്ടാണ് അദ്ദേഹം ഈ ജോലികൾ മുഴുവനും ചെയ്യുന്നത്. മാത്രമല്ല അദ്ദേഹം കഴിക്കാൻ പോലും മറന്നു പോകുന്നൊരവസ്ഥയുണ്ട്. ഇനി കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ ആ വീട്ടിൽ പണത്തിൻ്റെ ഒരു അംശം പോലും ഇവിടെ ഇല്ല. Poor old man starved himself, slow starvation. The doctor called it. You see, he went to work in such a way, would keep the shop on, wouldn't have a soul touch his boot except himself. അദ്ദേഹം വേറെ ആരുമായിട്ട് അത് ഷെയർ ചെയ്യാത്തതുകൊണ്ട് അദ്ദേഹം തനിച്ചാണ് ആ ബൂട്ടുകളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കസ്റ്റമേഴ്സൊക്കെ തന്നെ പോയി. കാരണം പെട്ടെന്ന് തന്നെ ഒരു ഓർഡർ കൊടുത്താൽ അടുത്ത നിമിഷം ലഭ്യമാകുന്നൊരവസ്ഥയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കസ്റ്റമേഴ്സൊക്കെ നഷ്ടപ്പെട്ടു. He lost everybody. And there he would sit,
Going on and on, I will say that for him, not a man in London made a better boot. ഇതുവരെ ലണ്ടൻ എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഈ ജസ്ലറിനെ പോലെ ബൂട്ട് മേക്കിംഗ് ചെയ്യാൻ കഴിവുള്ള വേറൊരു വ്യക്തി ഉണ്ടായിരുന്നില്ല. ബട്ട് ലുക്ക് അറ്റ് ദ കോമ്പറ്റീഷൻ. എന്നാൽ ഈ മേഖലയിൽ, ഈ ഇൻഡസ്ട്രിയിൽ ഉള്ള കോമ്പറ്റീഷൻ, മത്സരങ്ങൾ നോക്കൂ. ഹി നെവർ അഡ്വർടൈസ്ഡ്. അദ്ദേഹം ഒരിക്കൽ പോലും തൻ്റെ ബൂട്ട്സിന് അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ടില്ല. വുഡ് ഹാവ് ദ ബെസ്റ്റ് ലെതർ ടു ആൻഡ് ഡു ഇറ്റ് ഓൾ ഹിംസെൽഫ്. ഏറ്റവും നല്ല ലെതറായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. മാത്രമല്ല എന്ത് ചെയ്തു, തന്നെത്താനെയാണ് അദ്ദേഹം ആ ജോലികളെല്ലാം തന്നെ ബൂട്ട് മേക്കിങ്ങിൻ്റെ എല്ലാ സ്റ്റെപ്സും അദ്ദേഹം തന്നെയായിരുന്നു ചെയ്യുന്നത്. വെൽ there it is. What could you expect with his ideas but starvation. അദ്ദേഹത്തിന് ഇത്ര മനോഹരമായ ക്വാളിറ്റിയുള്ള ബൂട്ടുകൾ ഉണ്ടാക്കുമ്പോഴും അദ്ദേഹത്തിന് ലഭ്യമായ റിസൾട്ട് എന്താണ്? പട്ടിണിയാണ്, അല്ലെങ്കിൽ സ്റ്റാർവേഷനായിരുന്നു, അല്ലേ? ദാറ്റ് മേ ബി എ ബിറ്റ് ഫ്ലവറി ആസ് ദ സേയിങ് ഈസ്, ബട്ട് ഐ നോ myself he was sitting over his boots day and night to the very last you see. അദ്ദേഹത്തിനെ നമ്മൾ കാണുമ്പോൾ, വളരെ ലാസ്റ്റ് സമയം വരെയും കാണുമ്പോൾ അദ്ദേഹം ഡേ ആൻഡ് നൈറ്റ് നോക്കാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ബൂട്ടിൻ്റെ പണിപ്പുരയിൽ ആയിരുന്നു. ഐ യൂസ്ഡ് ടു വാച്ച് ഹിം. ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ നിരന്തരമായി വീക്ഷിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണ്? അദ്ദേഹം ഒരു ബൂട്ടിന് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ആ ബൂട്ട് ഉണ്ടാക്കി തീരുന്നത് വരെ അദ്ദേഹം അതിൻ്റെ പണിപ്പുരയിലായിരുന്നു. നെവർ ഗേവ് ഹിംസെൽഫ് ടൈം ടു ഈറ്റ്. അദ്ദേഹം ഒരിക്കൽ പോലും എന്തിന് സമയം കണ്ടെത്തിയില്ല? ഭക്ഷണം കഴിക്കാനുള്ള സമയം. നെവർ ഹാഡ് എ പെനി ഇൻ ദ ഹൗസ്. ഇനി ആ വീട്ടിൽ പണമുണ്ടോ? ആ വീട്ടിൽ പണവുമില്ല. ഓൾ വെൻറ്റ് ഇൻ റെൻറ്റ് ആൻഡ് ലെതർ. ഹൗ ഹി ലീവ്ഡ് സോ ലോങ് ഐ ഡോണ്ട് നോ. എത്ര കാലം അദ്ദേഹം ഇത്രയും ലോങ് ആയിട്ട് അദ്ദേഹം ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ റെൻറ്റഡ് ഹൗസാണ്, ലെതറൊക്കെ പണം കൊടുത്ത് അദ്ദേഹം വാങ്ങേണ്ടതാണ്. എങ്ങനെയാണോ ആ മനുഷ്യൻ ഇത്രയും കാലം ജീവിച്ചത്? He regularly let his fire go out. He was a character, but he made good boots. ഇതുപോലെ ഒരു മനുഷ്യനെ നമുക്ക് കാണാനായിട്ട് സാധ്യമല്ല. അദ്ദേഹം നല്ല ബൂട്ടുകൾ ഉണ്ടാക്കിയിരുന്ന മനോഹരമായ കലയുള്ള ഒരു വ്യക്തി. Yes, I said he made good boots. അദ്ദേഹത്തിൻ്റെ ആത്മകഥം എന്താണ്? Yes, he made good boots എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ക്വാളിറ്റി എന്ന് പറയുന്ന ഈ മിസ്റ്റർ ജസ്ലറിൻ്റെ കഥ നമ്മൾ കേൾക്കുമ്പോൾ തൻ്റെ ജോലിയിൽ വളരെ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ കൃത്യമായി കസ്റ്റമേഴ്സിൻ്റെ തൃപ്തിക്കനുസരിച്ച് നല്ല ബൂട്ടുകൾ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന മിസ്റ്റർ ജസ്ലറിൻ്റെ ജീവിതം പരാജയമായി പോയതെന്താണ്? കാലത്തിനനുസരിച്ചുള്ളൊരു മാറ്റത്തിലേക്ക് അദ്ദേഹത്തിന് എത്തിച്ചേരാനായിട്ട് സാധ്യമായില്ല. അതുകൊണ്ട് തന്നെയാവാം അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു സ്ലോ സ്റ്റാർവേഷനിലൂടെ കടന്നു പോകുവാനും മരണപ്പെടുവാനും ഇടയുള്ള. അദ്ദേഹത്തെ കണ്ടെത്താനോ അംഗീകരിക്കാനോ സമൂഹവും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ സ്റ്റോറി നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? നമ്മളൊരു കാലത്തിനനുസരിച്ചുള്ളൊരു മാറ്റം നമുക്ക് അനിവാര്യമാണ് എന്നുള്ളത് തന്നെയായിരിക്കും ഇതിൻ്റെ ഒരു മെസ്സേജ് നമുക്ക് ലഭ്യമാകുന്നത്. ഓക്കെ, വർക്കിംഗ് വിത്ത് ദ ടെക്സ്റ്റ് നമുക്ക് നോക്കാം. Answer the following questions. What is the first question? What was the author's opinion about Mr. Gessler as a bootmaker? ഓഥറിൻ്റെ ഒപ്പീനിയന് ജസ്ലറിനെ ഒരു ബൂട്ട് മേക്കർ എന്ന രീതിയിൽ എന്തായിരുന്നു? The author had a very high opinion of Mr. Gessler as a bootmaker since his boots lasted very long. So he called Mr. Gessler's boots were mysterious and wonderful. Second question. Why did the author visit the shop so infrequently? വളരെ അപൂർവമായിട്ട് മാത്രമേ ജസ്ലറിൻ്റെ ഷോപ്പ് വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അതിനുള്ള കാരണം എന്താ? The author visited his shop very infrequently because the boots he made lasted very long, as if the essence of boots stitched into them. നമുക്ക് മനസ്സിലായി, അദ്ദേഹത്തിൻ്റെ ഷോപ്പിലേക്ക് വളരെ അപൂർവമായിട്ട് ചെന്നാൽ മാത്രം മതി. കാരണം അദ്ദേഹം ഉണ്ടാക്കുന്ന ബൂട്ടുകൾ വളരെയേറെ കാലം ലാസ്റ്റ് ചെയ്തു. തേർഡ് ക്വസ്റ്റ്യൻ, ലുക്ക് അറ്റ് ദ തേർഡ് ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ ഇഫക്റ്റ് ഓൺ മിസ്റ്റർ ജസ്ലർ ഓഫ് ദ ഓതേഴ്സ് റിമാർക്ക് അബൌട്ട് ദ സർട്ടൻ പെയർ ഓഫ് ബൂട്ട്സ്? അന്ന് ഒരു കംപ്ലൈൻറ്റ് ഓതർ പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് ജസ്ലറിൻ്റെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? Once the author told Mr. Gessler that a certain pair of his boots creaked. At first Mr. Gessler found it difficult to believe. ആദ്യം അദ്ദേഹത്തിന് വിശ്വസിക്കാനായിട്ട് സാധ്യമായിരുന്നില്ല. ബട്ട് ഹി പ്രോമിസ് ടു മെൻഡ് ഇറ്റ് ഓർ ടു ടേക്ക് ഇറ്റ് ഓഫ് ഫ്രം ദ ബിൽ. അല്ലെങ്കിൽ അദ്ദേഹം അത് ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. മാത്രമല്ല വേറൊരു ഓഫർ കൂടി അദ്ദേഹം വെച്ചത് എന്താണ്? പ്രോമിസ് ചെയ്തത് എന്തായിരുന്നു? ഈ ബൂട്ടിൻ്റെ ശരിയാക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ബൂട്ടിൻ്റെ പൈസ, അല്ലെങ്കിൽ അതിൻ്റെ തുക, അതിൻ്റെ പ്രൈസ് അദ്ദേഹം തിരിച്ച് കൊടുക്കാമെന്ന്. ഹി വാസ് വെരി ഷോക്ക്ഡ് വിത്ത് ദ ഓതേഴ്സ് കംപ്ലൈൻറ്റ്. എന്നാൽ ഈ ഓതർ പറഞ്ഞ കംപ്ലൈൻറ്റ് അദ്ദേഹത്തിന് വളരെയേറെ ഷോക്ക്ഡ് ആയിരുന്നു. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം.
What was, last അല്ല, fourth question, what was Mr. Jessler's complaint against big firms? Big firmsനെ കുറിച്ച് മിസ്റ്റർ ജെസ്ലറിൻ്റെ കംപ്ലൈൻറ്റ് എന്തായിരുന്നു? His complaint against big firms was that they took away his business. Big firms had any virtue in their work. They gained profit through advertisement. He also said that these firms had no സെൽഫ് റെസ്പെക്റ്റ്. അപ്പം ബിഗ് ബിസിനസ് ഫേംസിന് അഡ്വർടൈസ്മെൻറ്റ് കൂടിയാണ് അവർക്ക് കസ്റ്റമേഴ്സിനെ ലഭ്യമാകുന്നത്. അവർക്ക് വേർച്യു എന്ന് പറയുന്നൊരു സംഭവം തന്നെ ഇല്ല. പിന്നെ ധാരാളം പ്രോഫിറ്റ് അവർക്ക് ഗെയിൻ ചെയ്യാനായിട്ടും സാധിക്കുന്നു. ടേൺ ദ പേജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. Why did the author order so many pairs of boots? Did he really need them? The author ordered so many pairs of boots as he felt pity for the bootmaker. എന്തുകൊണ്ടാണ് അദ്ദേഹം കൂടുതൽ പെയേഴ്സ് ഓഫ് ബൂട്ട്സ് ഓർഡർ ചെയ്യാനുള്ള കാരണം? The author ordered so many pairs of boots as he felt pity for the bootmaker. He knew that his boots were the best in quality, yet the man was dying of starvation. അദ്ദേഹത്തിന് ബൂട്ടുകൾ വളരെ മനോഹരങ്ങളായിരുന്നെങ്കിലും അദ്ദേഹത്തിന് പട്ടിണി മൂലം മരണപ്പെടേണ്ടി വന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. There ends the question and answers. ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് അവിടെ നമുക്ക് തീരുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു ഫ്രേസാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫ്രേസുകളുടെ മീനിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലുക്ക് ആഫ്റ്റർ, ടേക്ക് കെയർ ഓഫ്, ലുക്ക് ഡൗൺ ഓൺ, ഡിസപ്രൂവ് ഓർ റിഗാർഡ് ആസ് ഇൻഫീരിയർ. നമ്മൾ ഒരാളെ കുറച്ച് കാണുന്നതിനെയാണ്, അവരുടെ ഡിഗ്നിറ്റിയെ മാനിക്കാതിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ലുക്ക് ഡൗൺ ഓൺ എന്ന് പറയുന്നത്. ലുക്ക് ഇൻ മീൻസ് മേക്ക് എ ഷോർട്ട് വിസിറ്റ്. ഒരാളെ നമ്മൾ ഹ്രസ്വ സന്ദർശനം നടത്തുന്നതിനെയാണ് ലുക്ക് ഇൻ എന്ന് പറയുന്നത്. ലുക്ക് ഇൻ ടു മീൻസ് ഇൻവെസ്റ്റിഗേറ്റ്. ലുക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ ബി കെയർഫുൾ. ലുക്ക് അപ്പ്, ഇംപ്രൂവ്. ലുക്ക് അപ്പ് ടു, അഡ്മയർ. ലുക്ക് അറ്റ് ദ, fill up the blanks using the phrase. After a very long spell of heat, the weather is looking up at last. Looking up at last means improved. അതായത് ഈസ് എന്നുള്ള ഒരു കണ്ടിന്യൂസ് ആണല്ലേ, പ്രസൻറ്റ് കണ്ടിന്യൂസ് വെർബാണ് അവിടെ ആവശ്യം. അതുകൊണ്ടാണ് നമ്മളവിടെ ലുക്കിംഗ് അപ്പ് എന്നുള്ളതാക്കിയത്. ആഫ്റ്റർ എ വെരി ലോങ് സ്പെൽ ഓഫ് ഹീറ്റ്, ദ വെദർ ഈസ് ലുക്കിംഗ് അപ്പ് അറ്റ് ലാസ്റ്റ്. സെക്കൻഡ് വൺ, വി ഹാവ് നോ റൈറ്റ് ടു ലുക്ക് ഡൗൺ ഓൺ പീപ്പിൾ ഹൂ ഡു സ്മോൾ ജോബ്സ്. വളരെ ചെറിയ ജോലികൾ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഡിഗ്രേഡ് ചെയ്യാനായിട്ട് പാടില്ല, നമുക്ക് അവരെ മോശമായിട്ട് കാണാനായിട്ട് പാടില്ല. അതാണ് ലുക്ക് ഡൗൺ ഓൺ. നിതിൻ ഹാസ് ഓൾവേസ് ലുക്ക്ഡ് അപ്പ് ടു ഹിസ് അങ്കിൾ ഹൂ ഈസ് എ സെൽഫ് മെയ്ഡ് മാൻ. നിതിൻ അവൻ്റെ അങ്കിളിനെ വളരെ അഡ്മയറോടുകൂടിയാണ് നോക്കിയിരുന്നത്, കാരണം അദ്ദേഹം ഒരു സെൽഫ് മെയ്ഡ് മനുഷ്യനായിരുന്നു. ദ പോലീസ് ആർ ലുക്കിംഗ് ഇൻ ടു ദ മാറ്റർ തറോലി. പോലീസ് ആ മാറ്ററിൽ ഇൻവെസ്റ്റിഗേഷന് നല്ലതായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. ഇഫ് യു വാണ്ട് ടു ഗോ ഔട്ട്, ഐ വിൽ ലുക്ക് ആഫ്റ്റർ ദ ചിൽഡ്രൻ ഫോർ യു. നിനക്ക് പുറത്ത് പോകണമെങ്കിൽ നിൻ്റെ കുട്ടികളെ ഞാൻ നോക്കാം. ഐ പ്രോമിസ് ടു ലുക്ക് ഇൻ ഓൺ യുവർ ബ്രദർ വെൻ ഐ വിസിറ്റ് ലക്നൗ നെക്സ്റ്റ്. നിൻ്റെ സഹോദരനെ ഞാൻ അടുത്ത പ്രാവശ്യം ലക്നൗ സന്ദർശിക്കുമ്പോൾ വിസിറ്റ് ചെയ്യാം. ലുക്ക് ഔട്ട് വെൻ യു ആർ ക്രോസിങ് ദ മെയിൻ റോഡ്. അതായത് നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ കെയർഫുൾ ആയിരിക്കണം, അതിനാണ് പറയുന്നത് ലുക്ക് ഔട്ട് എന്നുള്ളത്. റീഡ് ദ ഫോളോയിങ് സെറ്റ്സ് ഓഫ് വേർഡ്സ് ലൗഡ്ലി ആൻഡ് ക്ലിയർലി. Read the following sets of words loudly and clearly. Coat. Coat means കട്ടിൽ എന്നുള്ള അർത്ഥമാണ്. ഇവിടെ കോട്ട് എന്ന് പറഞ്ഞാൽ ഓവർകോട്ട്. ബോത്ത് ആർ പ്രൊനൗൺസ്ഡ് ആസ് കോട്ട്. കോസ്റ്റ്. കോസ്റ്റ് മീൻസ് എമൗണ്ട് ടു പേ ഫോർ എ ഗുഡ്, അല്ലേ, ഒരു സാധനത്തിൻ്റെ വില. ഇവിടെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സമുദ്രതീരങ്ങളാണ്, അല്ലേ, സമുദ്രതീരവും ആകാം നദീതീരങ്ങളും ആകാം. അതിനെയാണ് നമ്മൾ COAST കോസ്റ്റ് എന്ന് പറയുന്നത്. ടോസ്ഡ്. എപ്പോഴാണ് ഈ ടോസ് സംഭവിക്കുന്നത്? നമുക്കറിയാം, ക്രിക്കറ്റ് മാച്ചൊക്കെ നടത്തുമ്പോൾ കോയിനൊക്കെ ടോസ് ചെയ്യും, അല്ലേ, ഹെഡ് വേണോ ടെയിൽ വേണോ അങ്ങനെയുള്ള. അതിനെയാണ് നമ്മൾ ടോസ്റ്റ് എന്നുകൊണ്ട്. ഇവിടെ ടോസ്റ്റ് എന്ന് പറയുന്നത് ബ്രെഡ് ടോസ്റ്റ് ആവാം. അതുപോലെ തന്നെ നമ്മൾ ഈ സെൻഡ് ഓഫ് ഒക്കെ നടത്തുമ്പോൾ നമ്മൾ അവർക്ക് ആശംസകളൊക്കെ പറയുമ്പോൾ അതിനെയും നമ്മൾ ടോസ്റ്റ് എന്നാണ് പറയുന്നത്. അടുത്ത നോക്കിയേ, ഗോട്ട്, ലഭ്യമാകുക. ഈ ഗോട്ടോ ഒരു ആനിമലിൻ്റെ പേരാണല്ലേ. റോട്ടെന്ന് വെച്ചാൽ സഫർ എന്നാണ് അർത്ഥം. ROT റോട്ട് എന്ന് വെച്ചാൽ സഫർ. ROT റോട്ട് എന്ന് പറഞ്ഞാൽ അതിൽ റൊട്ടേഷൻ എന്നുള്ള അർത്ഥമാകാം, പ്രാക്ടീസ് എന്നുള്ള അർത്ഥമാകാം. ബ്ലോട്ട്. ബ്ലോട്ട് എന്ന് വെച്ചാൽ കറ, സ്റ്റെയിന്. ബ്ലോട്ടിംഗ് പേപ്പർ എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും വെറ്റായിട്ടുള്ള സാധനമൊക്കെ നമുക്ക് അബ്സോർവ് ചെയ്തെടുക്കാനുള്ളത് തന്നെയാണ് നമ്മൾ ബ്ലോട്ട്, അബ്സോർവ് ചെയ്യുന്ന കഴിവിനെയാണ് നമ്മൾ പറയുന്നത്. നോട്ട് എന്ന് വെച്ചാൽ കെട്ട്,
ഒരു കയറൊക്കെ ഇട്ട് കെട്ടുന്ന, ഒരു റോപ്പൊക്കെ ഇട്ട് കെട്ടുന്നതിനെയാണ് നോട്ടെന്ന് പറയുന്നത്. ഈ നോട്ടോ അത് റുപ്പി നോട്ടാവാം, കുട്ടികൾ എഴുതുന്ന നോട്ട്സും ആകാം. ഇവിടെ നമ്മൾ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഷ എന്നുള്ള ശബ്ദം അത് എവിടെയാണ്, ആദ്യമാണോ വരുന്നത്, മിഡിലാണോ വരുന്നത്, ലാസ്റ്റാണോ വരുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. കുറച്ച് വാക്കുകൾ അവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. ഷീപ്പ്, സി ഷീപ്പ്, ഷ എന്നുള്ള ശബ്ദം വരുന്നത് എവിടെയാണ്, ഫസ്റ്റ് ആണല്ലേ. ത്രാഷ്, ട്രാഷ് എന്ന് പറയുന്നത് ലാസ്റ്റിലാണ്. മാർഷ് ലാസ്റ്റിലാണ്. ഫാഷൻ, ഫാഷൻ മിഡിലാണ് വരുന്നത്. ആങ്ഷ്യസ്, അവിടെ എസ് ഒന്നും അല്ല, അവിടുത്തെ ശബ്ദത്തിനാണ് ഷ എന്നുള്ള ശബ്ദം വരുന്നത്. ആങ്ഷ്യസ് മിഡിലാണ് അല്ലേ. ഷ്രീക്ക് ഫസ്റ്റ്, ഷോർ ഫസ്റ്റ്, ഫിഷ് ലാസ്റ്റ്. പോഷൻ മിഡിൽ, ആഷസ് മിഡിൽ, ഷുവർ ഫസ്റ്റ്, നേഷൻ ഫസ്റ്റ്, സോറി മിഡിലാണ്, നേഷൻ മിഡിലാണ്. ഷൂ ഫസ്റ്റ്, പുഷിങ് മിഡിൽ, പോളിഷ് ലാസ്റ്റ്. അപ്പം ഇവിടെ എങ്ങനെയാണ് ആ ശബ്ദത്തിന് ഒരേ വാക്കിൻ്റെ ഉച്ചാരണം തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. എസ് എച്ച് എന്നുള്ള ഷ എന്നുള്ള ശബ്ദമാണ് നമുക്ക് ഉച്ചരിക്കുന്നത്. ആ ഉച്ചാരണം പക്ഷേ പല സ്ഥലത്തും ഒന്നുകിൽ മിഡിലാവാം, അല്ലെങ്കിൽ ഏറ്റവും ആദ്യമാകാം, അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഭാഗത്തും ആകാം. ഷീപ്പ് ഫസ്റ്റ്, ട്രാഷ് ലാസ്റ്റ്, മാർഷ് ലാസ്റ്റ്, ഫാഷൻ മിഡിൽ, ആങ്ഷ്യസ് മിഡിൽ, ഷ്രീക്ക് ഫസ്റ്റ്, ഷോർ ഫസ്റ്റ്, ഫിഷ് ലാസ്റ്റ്, പോഷൻ മിഡിൽ, ആഷസ് മിഡിൽ, ഷ്വർ ഫസ്റ്റ്, നേഷൻ, നേഷൻ മിഡിൽ, ഷൂ ഫസ്റ്റ്, പുഷിങ് മിഡിൽ, പോളിഷ് ലാസ്റ്റ്. റൈറ്റിംഗ് സെഷൻ. ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് പോയിൻറ്റ്സ് റൈറ്റ് എ സ്റ്റോറി. താഴെ നിങ്ങൾക്ക് കുറച്ച് പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് ഒരു സ്റ്റോറി നിങ്ങൾ സ്വയം എഴുതി ഉണ്ടാക്കാനായിട്ട് തന്നിരിക്കുന്ന ഒരു എക്സസൈസാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വാട്ട് ആർ ദ പോയിൻറ്റ്സ്? യുവർ ഓൺ ഹാസ് ഗോൺ ടു ഹെർ മദേഴ്സ് ഹൗസ്. യുവർ അങ്കിൾ ഡസ് കുക്കിംഗ്. ഹീ ഈസ് ആബ്സെൻറ്റ് മൈൻഡഡ്. He puts vegetables on the stove. He begins to clean his bicycle outside. The neighbor calls out saying something is burning. Your uncle rushes to the kitchen. To save vegetables, he puts some oil on them. Unfortunately, it is machine oil, not cooking oil. What do you think happens to the vegetables? അപ്പം ഇവിടെ നമുക്ക് ഒരു നിങ്ങൾ തന്നെ സ്റ്റോറി എഴുതുകയാണ്. നിങ്ങളുടെ അങ്കിള് ഉണ്ട് വെളിയിൽ പോയിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ അമ്മയെ വിസിറ്റ് ചെയ്യാൻ പോയി, പേരൻസിനെ വിസിറ്റ് ചെയ്യാൻ പോയിരിക്കുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് കുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നു. അദ്ദേഹം വെജിറ്റബിൾ കുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ആ സമയം അദ്ദേഹം ആബ്സെൻറ്റ് മൈൻഡഡ് ആയതുകൊണ്ട് തന്നെ സ്റ്റൗവിൽ വെജിറ്റബിൾ വെച്ചിട്ട് അദ്ദേഹം ബൈസൈക്കിൾ ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നു. എന്നാൽ നൈബർ അദ്ദേഹത്തോട് പറയുന്നു, എന്തോ കരിഞ്ഞ് നാറുന്നല്ലോ, അല്ലെങ്കിൽ കരിഞ്ഞ് മണക്കുന്നല്ലോ എന്ന് പറയുമ്പോഴേക്കും അദ്ദേഹം കിച്ചണിലേക്ക് ഓടിച്ചെല്ലുകയും ഈ കരിയുന്ന വെജിറ്റബിൾ ശരിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ ഓയിൽ ഒഴിക്കുന്നതിന് പകരം അദ്ദേഹം മെഷീൻ ഓയിലാണ് ഒഴിക്കുന്നത്. ആ സമയം എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഊഹിക്കാവുന്ന കാര്യമാണ്. അപ്പം ആ ഒരു സ്റ്റോറിയായിട്ട് അത് എങ്ങനെ നമുക്ക് എഴുതാൻ. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ലാസ്റ്റ് മന്ത് മൈ ഓണ്ട് ഡിസൈഡഡ് ടു വിസിറ്റ് ഹെർ പേരൻസ് എന്ന് പറഞ്ഞ് സ്റ്റോറി തുടങ്ങണം എന്നാണ് നിങ്ങൾക്കൊരു ഇൻസ്ട്രക്ഷൻ തന്നെ. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റോറി നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. An absent-minded uncle of mine. An absent-minded uncle of mine. Last month, my aunt went to visit her parents. That time, I was with my uncle. In her absence, uncle had to cook. One day, he promised me to cook some delicious vegetable curry for me. He started cutting with vegetables. Finally, he put them in a pot and put it on a stove to cook. But he forgot it instantly and went out the kitchen. He went to the cycle shed and started cleaning the bicycle. Then one of our neighbor came and asked him to check about something burning. Then he remembered about the vegetable curry on the stove. He rushed to the kitchen. He wanted to pour some cooking oil to the dish, but unfortunately he poured machine oil, which was in his hand, into the vegetable. It was completely spoiled.
We all were stunned. I didn't know that my uncle was an absent-minded man. He created a very confusing scene, but at last we all laughed. There ends the story. Thank you.